ഈ കഥ തുടങ്ങുന്നത് 1954 നവംബർ 26-നാണ്. ശ്രീലങ്കയിലെ ജാഫ്ന ഉപദ്വീപിലുള്ള വടക്കൻ തീരദേശ പട്ടണമായ വെൽവെട്ടിത്തുറയിൽ വേലുപ്പിള്ള പ്രഭാകരൻ എന്നൊരു ആൺകുട്ടി ജനിക്കുന്നു. വളർന്നു വലുതാകുമ്പോൾ ശ്രീലങ്കയെ മാത്രമല്ല തൻ്റെ പ്രവൃത്തികളിലൂടെ ഇന്ത്യയെ പോലും നടുക്കാൻ പോകുന്ന ഒരു ചരിത്ര പുരുഷനാണ് അന്ന് അവിടെ പിറന്നു വീണത്. എട്ടും പൊട്ടും തിരിയാത്ത പ്രായം മുതൽ ശ്രീലങ്കയിൽ തമിഴർക്ക് നഷ്ടപ്പെടുന്ന അവകാശങ്ങളെക്കുറിച്ചും അവർ നേരിടുന്ന ക്രൂരതകളെക്കുറിച്ചും അവൻ ബോധവാനായി. പിന്നീട് അതിനെതിരെ ശക്തമായി പ്രതിഷേധമുയർത്തിയ അവൻ തമിഴർക്കായി ഒരു പ്രത്യേക രാജ്യം തന്നെ വേണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ തൻ്റെ ആവശ്യം അംഗീകരിക്കപ്പെടുന്നില്ലെന്ന് കണ്ടപ്പോൾ ലക്ഷ്യം നേടാനായി അവൻ അക്രമത്തിൻ്റെയും ചോരയുടെയും പാത തിരഞ്ഞെടുത്തു. പിന്നീട് ലോകം കണ്ടത് ആയിരക്കണക്കിന് സൈനികരെയും നൂറുകണക്കിന് രാഷ്ട്രീയ നേതാക്കളെയും അതിക്രൂരമായി കൊലപ്പെടുത്തുന്ന ഒരു വിമത നേതാവിനെയാണ്. ആളുകളെ തന്നിലേക്ക് ആകർഷിപ്പിക്കാനും ഒപ്പം നിർത്താനും അവനൊരു പ്രത്യേക കഴിവ് തന്നെയുണ്ടായിരുന്നു. തൻ്റെ അതിശയകരമായ വ്യക്തിത്വവും അസാമാന്യമായ യുദ്ധതന്ത്രങ്ങളും ഉപയോഗിച്ച് വെറും 50-ൽ താഴെ മാത്രം ആളുകൾ ഉണ്ടായിരുന്ന ഒരു ചെറിയ സംഘത്തെ 16,000-ലധികം പോരാളികളുള്ള സുസജ്ജമായ ഒരു സൈനിക സംഘമായി അവൻ മാറ്റിയെടുത്തു. അതായിരുന്നു LTT. ഏകദേശം 3 പതിറ്റാണ്ടോളം ശ്രീലങ്കൻ സർക്കാരിനെ വിറപ്പിക്കാനും മുട്ടുകുത്തിക്കാനും ഈ സംഘടനയ്ക്ക് കഴിഞ്ഞു. ആ കാലഘട്ടത്തിൽ ലോകമെങ്ങും പ്രഭാകരനെക്കുറിച്ചുള്ള വാർത്തകൾ നിറഞ്ഞു നിന്നു. ഏഷ്യ വീക്ക് എന്ന മാഗസീനിൽ അവനെ വിപ്ലവകാരിയായ ചെഗുവേരയോടെയാണ് ഉപമിച്ചത്. ന്യൂസ് വീക്കാകട്ടെ അവനെ ഒരു ഇതിഹാസമെന്നും വിശേഷിപ്പിച്ചു. ചിലർക്ക് അവൻ വെറുമൊരു ചോരദാഹിയായ കൊലപാതകയായിരുന്നെങ്കിൽ തമിഴരായ മറ്റു ചിലർക്ക് അവൻ തങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ അവതരിച്ച മാലാഖയായിരുന്നു. അക്രമത്തിൻ്റെയും കൊലപാതകങ്ങളുടെയും കാര്യത്തിൽ പ്രഭാകരൻ്റെ രീതികൾ തികച്ചും വ്യത്യസ്തമായിരുന്നു. ചാവേറുകളായി മാറുന്ന അവൻ്റെ പോരാളികൾ കൊടും വിഷമുള്ള സൈനൈഡ് ഗുളികകൾ കഴുത്തിൽ തൂക്കിയിട്ടാണ് നടന്നിരുന്നത്. തങ്ങൾ എവിടെയാണോ ആക്രമണം നടത്താൻ ഉദ്ദേശിക്കുന്നത് അവിടെ അതിലെങ്ങാനും ഒരു പരാജയം തോന്നിക്കഴിഞ്ഞാൽ പോലീസിൻ്റെയോ പട്ടാളത്തിൻ്റെയോ പിടിയിലാകുന്നതിന് മുന്നേ ആ സൈനൈഡ് കടിച്ചു പൊട്ടിച്ച് അവർ സ്വന്തം ജീവൻ ഒടുക്കും. സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ പ്രഭാകരൻ്റെ ഒരു വിരൽത്തുമ്പിൻ്റെ ചലനത്തിനായി കാത്തു നിൽക്കുന്ന എന്തിനും തയ്യാറായ ആയിരക്കണക്കിന് അനുയായികൾ അവനുണ്ടായിരുന്നു. ഇതേ ചാവേർ തന്ത്രം ഉപയോഗിച്ചാണ് ഒടുവിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയുടെ ജീവൻ പോലും അവൻ അപഹരിച്ചത്. ദക്ഷിണേന്ത്യയുടെ ചരിത്രത്തെ തന്നെ തിരുത്തിക്കുറിച്ച ഒരു അധ്യായമായിരുന്നു അത്. രാജീവ് ഗാന്ധിയുടെ കൊലപാതകത്തിലൂടെ അവൻ ലോകത്തെ മുഴുവൻ നടുക്കി. തൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിൽ അങ്ങേയറ്റം പിടിവാശിക്കാരനായിരുന്ന അവൻ അവിടെയും നിന്നില്ല. അധികം വൈകാതെ തന്നെ ശ്രീലങ്കൻ പ്രസിഡന്റായിരുന്ന രണസിംഗെ പ്രമദാസിനെയും അവൻ വകവരുത്തി. ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴ് ഈലം അഥവാ LTT എന്ന സംഘടനയുടെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായിരുന്നു വേലുപ്പിള്ള പ്രഭാകരൻ. ശ്രീലങ്കയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനെത്തിയ ഇന്ത്യൻ സമാധാന സംരക്ഷണ സേനയായ ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സ് ആകട്ടെ അവിടെ അവരെ കാത്തിരിക്കുന്ന ഭീകരമായ യുദ്ധത്തിന് ഒട്ടും സജ്ജരായിരുന്നില്ല. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ കൊലപാതകം ആസൂത്രണം ചെയ്തതിൻ്റെ പേരിലാണ് ഈ LTT തലവൻ പിന്നീട് ലോകത്തിന് മുന്നിൽ കുപ്രസിദ്ധി നേടിയത്. LTT വിഭാവനം ചെയ്ത സ്വതന്ത്ര തമിഴ് ഈഴത്തിൻ്റെ ഭരണശിരാകേന്ദ്രവും തലസ്ഥാനവുമായിരുന്ന കിളിനൊച്ചി ലക്ഷ്യമാക്കി ശ്രീലങ്കൻ സൈന്യം പിന്നീട് മാർച്ച് ചെയ്തു. ആ കാലഘട്ടത്തിൽ LTTയുടെ നാവിക വിഭാഗമായ സീ ടൈഗേഴ്സ് നടത്തിയ ആക്രമണങ്ങൾ അമ്പരപ്പിക്കുന്നതായിരുന്നു. ആക്രമണ സമയത്ത് വളരെ വേഗത്തിൽ കുതിച്ചു പാഞ്ഞ് കൃത്യമായ യുദ്ധതന്ത്രങ്ങളോടെ അവർ ശത്രുക്കളെ കടലിൽ നേരിട്ടു. ചരിത്രത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ ഈ ആഭ്യന്തര യുദ്ധത്തിൽ 60,000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു. 10,000-കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റു. ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് തങ്ങളുടെ കിടപ്പാടം നഷ്ടപ്പെട്ടു. ഒടുവിൽ 2009-ൽ ശ്രീലങ്കൻ സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ പ്രഭാകരൻ കൊല്ലപ്പെട്ടതോടെയാണ് ഈ രക്തച്ചൊരിച്ചിലിന് അവസാനമാകുന്നത്. ആരായിരുന്നു പ്രഭാകരനെന്നും ആ സംഘത്തിൻ്റെ ചരിത്രം എന്താണെന്നും മനസ്സിലാക്കാൻ നമുക്കിന്ന് ഈ ടെല്ലിംഗ് ഹിസ്റ്ററിയിലൂടെ ശ്രീലങ്കയുടെ ഭൂതകാലത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വച്ചോളൂ. അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മുത്തെന്ന് വിശേഷിപ്പിക്കുന്ന ശ്രീലങ്ക പുരാതന കാലം മുതൽക്കേ അതിൻ്റെ പ്രകൃതി സൗന്ദര്യത്തിന് പേര് കേട്ടതായിരുന്നു. 4 വശവും കടലിനാൽ ചുറ്റപ്പെട്ട മനോഹരമായ ഒരു ദ്വീപ് രാജ്യമാണ് ശ്രീലങ്ക. കാലം കടന്നു പോകവേ ലോകമെമ്പാടുമുള്ള സഞ്ചാരികൾക്കും വ്യാപാരികൾക്കുമിടയിൽ
ഈ ദ്വീപിൻ്റെ മനോഹാരിത ഒരു സംസാര വിഷയമായി മാറി. ഏഷ്യൻ രാജ്യങ്ങളെ തങ്ങളുടെ കോളനികളാക്കാൻ യൂറോപ്യൻ ശക്തികൾക്കിടയിൽ മത്സരമുണ്ടായപ്പോൾ ആദ്യം ഇവിടെ എത്തിയത് പോർച്ചുഗീസായിരുന്നു. അവരാണ് ഈ ദ്വീപിന് സിലാവോ എന്ന് പേര് നൽകിയത്. പോർച്ചുഗീസുകാർക്ക് ശേഷം ഡച്ചുകാരും പിന്നീട് 1796 ബ്രിട്ടീഷുകാരും ശ്രീലങ്കയുടെ നിയന്ത്രണം ഏറ്റെടുത്തു. ബ്രിട്ടീഷുകാർ ഈ രാജ്യത്തെ സിലോൺ എന്ന് വിളിക്കാൻ തുടങ്ങി. എന്നാൽ പ്രാദേശിക വിളിപ്പേരായ ശ്രീലങ്ക പിന്നീട് 1972 മുതൽക്കാണ് ഔദ്യോഗികമായി രേഖപ്പെടുത്തി തുടങ്ങിയത്. ഈ ദ്വീപിലെ തദ്ദേശീയരായ വേദ എന്ന ജനവിഭാഗങ്ങൾക്കൊപ്പം സിംഹളരും തമിഴരും പണ്ട് മുതൽക്കേ ഇവിടെ സമാധാനത്തോടെ ഒരുമിച്ച് ജീവിച്ചു പോന്നിരുന്നു. ആ ശാന്തമായ ഈ മണ്ണിൽ നിന്നാണ് പിന്നീട് ലോകം കണ്ട ഏറ്റവും വലിയ വംശീയ കലാപങ്ങളിലൊന്നിലേക്ക് ആ രാജ്യം വഴുതി വീണത്. കാലാകാലങ്ങളായി ഇന്ത്യയിൽ നിന്ന് കുടിയേറി ശ്രീലങ്കയിൽ സ്ഥിരതാമസമാക്കിയവരായിരുന്നു തമിഴർ. അന്നത്തെ കാലത്ത് ശ്രീലങ്കയുടെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങൾ ഭരിച്ചിരുന്നത് തമിഴ് രാജാക്കന്മാരായിരുന്നു. എന്നാൽ ബ്രിട്ടീഷുകാരുടെ വരവോടെ ശ്രീലങ്കയിലെ തമിഴരുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കാൻ തുടങ്ങി. അതിനു കാരണം ബ്രിട്ടീഷുകാർ അവിടെ തേയില, റബ്ബർ, കാപ്പി എന്നിവയുടെ വലിയ തോട്ടങ്ങൾ ആരംഭിച്ചിരുന്നു. ഈ തോട്ടങ്ങളിൽ ജോലി ചെയ്യാൻ കുറച്ചെങ്കിലും ഇംഗ്ലീഷ് അറിയാവുന്ന ആളുകളെ അവർക്ക് ആവശ്യമായിരുന്നു. അതിനാൽ ശ്രീലങ്കയുടെ തൊട്ട അയൽ രാജ്യമായ ഇന്ത്യയിലെ തമിഴ്നാടിൻ്റെ ചില പ്രദേശങ്ങൾ, അതായത് രാമേശ്വരം, മുനമ്പ് പോലുള്ളവ ശ്രീലങ്കയുടെ ഭൂപ്രകൃതിയുമായി ഏതാണ്ട് അടുത്തായിരുന്നതിനാലും തമിഴ്നാട്ടിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് വേഗം എത്തിച്ചേരാൻ കഴിഞ്ഞിരുന്നതിനാലും അവർ ഇന്ത്യയിൽ നിന്ന് ധാരാളം തമിഴരെ ശ്രീലങ്കയിലേക്ക് കൊണ്ടുവന്നു. കാലക്രമേണ തമിഴർ അവിടെ വലിയ പുരോഗതി കൈവരിച്ചു. വ്യാപാരങ്ങളിലും ബിസിനസ്സിലും മാത്രമല്ല, സർക്കാർ സ്ഥാപനങ്ങളിലും സിവിൽ സർവീസിലെ ഉന്നത തസ്തികകളിലും ജോലി നേടി അവർ ആധിപത്യം സ്ഥാപിച്ചു. ബ്രിട്ടീഷ് ഭരണകാലത്ത് തന്നെ തമിഴർ അവിടെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത് കണ്ട സിംഹളർക്കിടയിൽ പതുക്കെ അതൃപ്തിയും കോപവും വളർന്നു തുടങ്ങി. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഈ ദേഷ്യം ഒരു ആഭ്യന്തര വിഷയമായി വളർന്നു. ഇതിനിടയിൽ 1948 ശ്രീലങ്കയ്ക്ക് ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ചു. ഇതോടെ സിംഹളരുടെ ദേശീയതയ്ക്ക് പുതിയ ചിറകുകൾ മുളച്ചു. അക്കാലത്ത് ശ്രീലങ്കൻ ജനസംഖ്യയുടെ ഏകദേശം 69% സിംഹളരും 23%, അതായത് 11% പേർ ശ്രീലങ്കൻ തമിഴരും 11.7% പേർ ഇന്ത്യൻ തമിഴരും, അങ്ങനെ 23% പേർ തമിഴ് വംശജരായിരുന്നു. സിംഹളർക്ക് ഭൂരിപക്ഷമുള്ളതിനാൽ രാജ്യത്ത് അവരുടെ സർക്കാർ അധികാരത്തിൽ വന്നു. അധികാരത്തിൽ വന്ന ഉടനെ സിംഹളർ തങ്ങളുടെ തനി നിറം കാണിക്കാൻ തുടങ്ങി. തമിഴരെ അടിച്ചമർത്താൻ അവർ പല നിയമങ്ങളും കൊണ്ടുവന്നു. അധികാരത്തിൽ കയറിയ ഉടനെ തന്നെ അവർ ആദ്യം ചെയ്തത് 1948 സിലോൺ പൗരത്വ നിയമം പാസാക്കുക എന്നതായിരുന്നു. ഈ നിയമപ്രകാരം വെറും 5000 ഇന്ത്യൻ തമിഴർക്ക് മാത്രമേ പൗരത്വത്തിന് അർഹതയുണ്ടായിരുന്നുള്ളൂ. ജനസംഖ്യയുടെ 11% വരുന്ന 7 ലക്ഷത്തിലധികം വരുന്ന ഇന്ത്യൻ തമിഴരുടെ പൗരത്വം നിഷേധിച്ചു. പിന്നീട് ഇന്ത്യയുടെ ശക്തമായ ഇടപെടലിനെ തുടർന്നാണ് നിരവധി തമിഴർക്ക് ശ്രീലങ്കയിൽ പൗരത്വം ലഭിച്ചതെങ്കിലും അക്കാലത്തെ സർക്കാരിൻ്റെ ഓരോ തീരുമാനങ്ങളും തമിഴരുടെ മേൽ വലിയ പ്രഹരമാണ് ഏൽപ്പിച്ചത്. ഇതിൻ്റെ തുടർച്ചയെന്നോണം 1956 ശ്രീലങ്കൻ പാർലമെൻറ്റ് പാസാക്കിയ നിയമമാണ് സിംഹള ഒൺലി ആക്ട് 1956. രാജ്യത്തെ ഏക ഔദ്യോഗിക ഭാഷയായി സിംഹള ഭാഷയെ പ്രഖ്യാപിക്കുകയായിരുന്നു ഈ നിയമം. ഇതോടെ തമിഴർ സ്വന്തം രാജ്യത്ത് രണ്ടാംകിട പൗരന്മാരായി മാറ്റപ്പെടാൻ തുടങ്ങി. സിംഹളയെ ഔദ്യോഗിക ഭാഷയായി പ്രഖ്യാപിച്ചതോടെ സർക്കാർ ജോലികളിൽ നിന്ന് തമിഴ് സംസാരിക്കുന്നവരെ അതിവേഗം ഒഴിവാക്കാൻ തുടങ്ങി. ഇത് കേവലം അവരുടെ തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുക മാത്രമല്ല, മറിച്ച് അവരുടെ ഭാഷയെയും സംസ്കാരത്തെയും വേരോടെ പിഴുതെറിയാനുള്ള ഒരു നീക്കം കൂടിയായിരുന്നു. തങ്ങളുടെ അടിസ്ഥാന അവകാശങ്ങൾ പെട്ടെന്നില്ലാതായത് കണ്ട് തമിഴർ ശക്തമായി പ്രതിഷേധിക്കാൻ തുടങ്ങി. എന്നാൽ തമിഴരുടെ ഈ പ്രക്ഷോഭങ്ങൾക്ക് മുന്നിൽ ശ്രീലങ്കൻ സർക്കാർ കണ്ണടച്ചു. തമിഴർക്ക് മേൽ മറ്റൊരു പ്രഹരം ഏൽപ്പിച്ചുകൊണ്ട് 1971 ശ്രീലങ്കൻ സർക്കാർ പോളിസി ഓഫ് സ്റ്റാൻഡേർഡൈസേഷൻ എന്ന നിയമം പാസാക്കി. ഇതനുസരിച്ച് സർവകലാശാലകളിലെ ഭൂരിഭാഗം സീറ്റുകളും പരോക്ഷമായി സിംഹള വിദ്യാർത്ഥികൾക്കായി സംഭരണം ചെയ്യപ്പെട്ടു. ഇതോടെ തമിഴ് വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ എന്നേക്കുമായി പരിമിതമായി.
തുടക്കത്തിൽ സമാധാനപരമായ പ്രക്ഷോഭങ്ങളിലൂടെയും രാഷ്ട്രീയ ചർച്ചകളിലൂടെയുമൊക്കെയാണ് തമിഴർ തങ്ങളുടെ വിയോജിപ്പ് സർക്കാരിനെ അറിയിച്ചിരുന്നത്. എന്നാൽ സർക്കാരിൻ്റെ സ്വേച്ഛാധിപത്യം അതിര് കടന്നപ്പോൾ തമിഴരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി പല വിമത സംഘടനകളും അവിടെ രൂപം കൊണ്ടു. സമാധാനത്തിൻ്റെ പാത ഉപേക്ഷിച്ച് അവർ സായുധ പോരാട്ടങ്ങളിലേക്ക് തിരിഞ്ഞു. ശ്രീലങ്കൻ സർക്കാർ തമിഴരോട് കടുത്ത വിവേചനം കാണിച്ച് അവരുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന ആ കാലഘട്ടത്തിലാണ് ജാഫ്ന ഉപദ്വീപിലെ വടക്കൻ തീരത്തുള്ള വെൽവെട്ടിത്തുറ എന്ന ചെറിയ ഗ്രാമത്തിൽ വേലുപ്പിള്ള പ്രഭാകരൻ എന്ന കൗമാരക്കാരൻ നാട്ടിൽ നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ കേട്ടും കണ്ടും വളർന്നു വരുന്നത്. ശ്രീലങ്കയുടെ ചരിത്രത്തെ തന്നെ ആഴത്തിൽ സ്വാധീനിക്കാൻ പോകുന്ന ഒരു കൗമാരക്കാരൻ്റെ വളർച്ചയായിരുന്നു അത്. പ്രഭാകരനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡിസ്ട്രിക്ട് ലാൻഡ് ഓഫീസറായിരുന്ന തിരുവെങ്കടം വേലുപ്പിള്ളയുടെയും വള്ളിപുരം പാർവതിയുടെയും 4 മക്കളിൽ ഏറ്റവും ഇളയവനായി 1954 നവംബർ 26 പ്രഭാകരൻ ജനിച്ചത്. 4 മക്കളിൽ ഏറ്റവും ഇളയവനായതിനാൽ പ്രഭാകരന് കുടുംബത്തിൽ നിന്നും വലിയ സ്നേഹവും ലാളനയും ലഭിച്ചിരുന്നു. പിതാവിൻ്റെ സർക്കാർ ജോലിയും വെൽവെട്ടിത്തുറയിലെ ചില ക്ഷേത്രങ്ങളുടെ ഉടമസ്ഥാവകാശവും മേൽനോട്ട ചുമതലയും ഉണ്ടായിരുന്നതിനാൽ ആ കുടുംബത്തിന് സാമ്പത്തികമായി നല്ല ചുറ്റുപാടുണ്ടായിരുന്നു. അതിനാൽ തന്നെ പ്രഭാകരനെ വളരെ നല്ലൊരു സ്കൂളിൽ പഠിപ്പിക്കാൻ ചേർത്തു. എന്നാൽ പ്രഭാകരൻ പഠനത്തിൽ അത്ര മിടുക്കനൊന്നുമായിരുന്നില്ല. പഠന വിഷയമല്ലാത്തതും കഥാപുസ്തകങ്ങളൊക്കെ വായിക്കാനായിരുന്നു അവൻ ഏറെ താല്പര്യപ്പെട്ടിരുന്നത്. സാമ്പത്തിക ഭദ്രതയുള്ള നല്ലൊരു കുടുംബത്തിൻ്റെ സ്നേഹലാളനയാൽ വളർന്നു വന്നിരുന്ന ബാല്യത്തിൽ പോലും പ്രഭാകരൻ്റെ ആ കുഞ്ഞു മനസ്സിലേക്ക് ആഴത്തിൽ പതിഞ്ഞ ചില സാമൂഹിക സംഭവ വികാസങ്ങൾ തുടർച്ചയായി അരങ്ങേറിക്കൊണ്ടിരുന്നു. സമൂഹത്തിൽ നിലയും വിലയും ഉണ്ടായിരുന്ന തൻ്റെ പിതാവായ വേലുപ്പിള്ളയെ കണ്ട് ആകുലതകൾ പങ്കുവയ്ക്കാൻ എത്തുന്ന നാട്ടുകാരുടെ ഭയം നിറഞ്ഞ കണ്ണുകൾ ആ കുഞ്ഞു പ്രായത്തിൽ പ്രഭാകരൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ശ്രീലങ്കയിലെ തമിഴർ സിംഹളരിൽ നിന്നും സർക്കാരിൽ നിന്നും നേരിട്ട് കൊണ്ടിരിക്കുന്ന ക്രൂരതയുടെ കഥകൾ കേട്ടാണ് പ്രഭാകരൻ വളർന്നത്. ആ കാലഘട്ടത്ത് പൗരത്വ നിഷേധവും സിംഹള ഭാഷ രാജ്യത്തിൻ്റെ ഔദ്യോഗിക ഭാഷയായി പ്രഖ്യാപിച്ചതും സർക്കാർ ജോലികളിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസങ്ങളിൽ നിന്നുമെല്ലാം തമിഴ് വംശജരെ ഒഴിവാക്കിയതിലുമെല്ലാം അരിശം പൂണ്ട ശ്രീലങ്കൻ തമിഴ് ജനത സർക്കാരിനെതിരെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു. എന്നാൽ ഇത് സിംഹള രാജ്യമാണെന്നും തമിഴർക്ക് ഈ മണ്ണിൽ സ്ഥാനമില്ലെന്നുള്ള സിംഹളരുടെ വാദം അതൊരു ആഭ്യന്തര സംഘർഷങ്ങൾക്ക് കാരണമാവുകയും 1958 അതൊരു ആഭ്യന്തര കലാപമായി പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തു. ന്യൂനപക്ഷക്കാരായ ശ്രീലങ്കയിലെ തമിഴർ വലിയ തോതിൽ ആക്രമിക്കപ്പെട്ടു. തമിഴരുടെ വസ്തുവകകൾ കൊള്ളയടിക്കപ്പെടുകയും സ്ത്രീകൾ ആക്രമിക്കപ്പെടുകയും ചെയ്തു. അയൽക്കാരും സുഹൃത്തുക്കളുമായ തമിഴ് ജനതയ്ക്ക് സംരക്ഷണമൊരുക്കാൻ മുന്നോട്ട് വന്ന സിംഹളരും ലഹളക്കാരുടെ ആക്രമണങ്ങൾക്ക് ഇരയായി. തമിഴ് വിഭാഗക്കാർ കൂടുതലുണ്ടായിരുന്ന പ്രദേശങ്ങളിൽ ചെറുത്തുനിൽപ്പും പ്രത്യാക്രമണങ്ങളും ഉണ്ടായി. ഇതോടെ സിംഹള കലാപകാരികളുടെ പ്രതികാരം ക്രൂരമായി. ഈ കലാപത്തിൽ പ്രഭാകരന്റെ കുടുംബ ബന്ധുക്കൾക്ക് തന്നെ ചില ദുരനുഭവങ്ങൾ നേരിടേണ്ടി വന്നു. ഒരു ദിവസം കൊളംബോയിൽ താമസിക്കുന്ന അവൻ്റെ അമ്മായി അവരുടെ കുട്ടികൾക്കൊപ്പം വീട്ടിൽ വന്നു. ആകെ അവശരായി ഒരു അഭയാർത്ഥികളെ പോലെയാണ് ആ ബന്ധുക്കൾ അവിടെ എത്തിയത്. അവരുടെ മുഖത്തും കൈകാലുകളിലും പൊള്ളലേറ്റ പാടുകളുണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവരും അവരോട് ചോദിച്ചു. കൊളംബോയിൽ കലാപകാരികൾ അവരുടെ വീട് പെട്രോൾ ഒഴിച്ച് തീവച്ചുവെന്നും ആ ആക്രമണത്തിൽ അവരുടെ ഭർത്താവ് കൊല്ലപ്പെട്ടുവെന്നും എന്നാൽ തന്നെയും കുട്ടികളെയും അയൽക്കാരായ സിംഹള സ്ത്രീകളാണ് രക്ഷപ്പെടുത്തിയത് എന്നുമായിരുന്നു ആ അമ്മായി പറഞ്ഞത്. അന്ന് 4 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന പ്രഭാകരൻ അച്ഛൻ വേലുപ്പിള്ളയുടെ മടിയിലിരുന്നായിരുന്നു ഇതെല്ലാം കേട്ടത്. തമിഴർ നേരിടുന്ന ഇത്തരം അനീതികൾ കണ്ടും കേട്ടും ആ കുട്ടിയായിരുന്ന പ്രഭാകരൻ്റെ മനസ്സിൽ വലിയൊരു മാറ്റമുണ്ടാക്കി. കുട്ടിക്കാലം മുതൽ തമിഴ് ജനതയുടെ ദുരിതങ്ങളെക്കുറിച്ചും അവരുടെ പോരാട്ടങ്ങളെക്കുറിച്ചും കേട്ടാണ് അവൻ വളർന്നത്. സർക്കാരിനെതിരെയുള്ള കടുത്ത ദേഷ്യവും ഒരു വലിയ വിപ്ലവത്തിനുള്ള തീപ്പൊരിയും ആ യുവ മനസ്സിൽ പതുക്കെ ആളിക്കത്തുന്നുണ്ടായിരുന്നു. എന്നാൽ അച്ഛൻ വേലുപ്പിള്ള പ്രഭാകരനെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായി കാണാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. മകൻ്റെ വിദ്യാഭ്യാസത്തോടുള്ള താല്പര്യക്കുറവ് കാരണം അവനെ ഒരു ട്യൂഷൻ സെൻ്ററിൽ ചേർത്തു. അവിടെ വച്ചാണ് തമിഴ് ഭാഷ പഠിപ്പിക്കുന്ന വേണുഗോപാൽ എന്ന അധ്യാപകനെ പ്രഭാകരൻ പരിചയപ്പെടുന്നതും കൂടുതൽ അടുത്തറിയുന്നതും. ആ പരിചയം പ്രഭാകരൻ്റെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവായി.
പ്രഭാകരന്റെ മനസ്സിൽ നീറിപ്പുകയുന്ന വിപ്ലവ ചിന്തകൾക്ക് വേരുറയ്ക്കാൻ വളക്കൂറുള്ള മണ്ണായി വേണുഗോപാൽ എന്ന അധ്യാപകന്റെ സാന്നിധ്യം മാറി. ഫെഡറൽ പാർട്ടി എന്നറിയപ്പെടുന്ന ഇലങ്കൈ തമിഴ് അരശ കക്ഷി എന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ യുവജന വിഭാഗം പ്രവർത്തകനായിരുന്നു വേണുഗോപാൽ. അന്ന് ശ്രീലങ്കയിലെ തമിഴ് ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ ഔദ്യോഗിക ശബ്ദമായി പ്രവർത്തിച്ചിരുന്നത് ഫെഡറൽ പാർട്ടിയാണ്. എന്നാൽ ഒരു ഫെഡറൽ പാർട്ടി പ്രവർത്തകനായിരുന്നുവെങ്കിലും തമിഴർ നേരിടുന്ന വംശീയ പ്രശ്നങ്ങളോട് ഫെഡറൽ പാർട്ടി സ്വീകരിക്കുന്നത് ഒരു തണുപ്പൻ നിലപാടാണെന്ന അഭിപ്രായക്കാരനായിരുന്നു തീവ്ര നിലപാടുള്ള ഒരു വിപ്ലവകാരി കൂടിയായ വേണുഗോപാൽ. ഒടുവിൽ ഫെഡറൽ പാർട്ടിയുടെ നിലപാടുകളിൽ പ്രതിഷേധിച്ച് വേണുഗോപാലും സുഹൃത്തുക്കളും ചേർന്ന് സെൽഫ് ട്രൂത്ത് പാർട്ടി എന്നൊരു പ്രത്യേക സംഘടന രൂപീകരിച്ചു. ഏതാണ്ട് ഈ കാലത്താണ് പ്രഭാകരൻ വേണുഗോപാലിൻ്റെ വിദ്യാർത്ഥിയായി വരുന്നത്. ക്ലാസ്സിൽ വേണുഗോപാൽ രാഷ്ട്രീയം പറയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പ്രഭാകരനെ വല്ലാതെ സ്വാധീനിച്ചു. ഇതിനോടൊപ്പം തന്നെ സമാധാനപരമായ മാർഗങ്ങളിലൂടെ ശ്രീലങ്കയിൽ തമിഴ് ജനതയുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയില്ലെന്ന ചിന്താഗതി പ്രഭാകരനിൽ രൂപപ്പെട്ടിരുന്നു. അതിനു സമാനമായ നിലപാടുകളായിരുന്നു വേണുഗോപാലിൻ്റെയും. വിപ്ലവ ആശയങ്ങളുമായി ബന്ധപ്പെട്ട് ധാരാളം പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന പ്രഭാകരൻ ഫ്രഞ്ച് വിപ്ലവ നായകനായ നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ ആരാധകനായിരുന്നു. കൂടാതെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളും വിപ്ലവകാരികളുമായ ഭഗത് സിംഗിനെയും സുഭാഷ് ചന്ദ്രബോസിനെയും പ്രഭാകരൻ തൻ്റെ മാതൃകാ പുരുഷന്മാരായി കണ്ടു. അവകാശങ്ങൾ ദാനമായി കിട്ടില്ലെന്നും അത് വിപ്ലവത്തിലൂടെ പിടിച്ചു വാങ്ങണമെന്ന പ്രഭാകരൻ്റെ വിപ്ലവ ചിന്തകൾക്ക് മൂർച്ച പകരാൻ വേണുഗോപാൽ എന്ന അധ്യാപകനും പ്രഭാകരനോടൊപ്പം ഉണ്ടായിരുന്നു. അതേ തുടർന്ന് അധികം വൈകാതെ തമിഴ് യുവാക്കളെ രാഷ്ട്രീയമായി ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന തമിഴ് യൂത്ത് ഫ്രണ്ട് എന്ന സംഘടനയിൽ പ്രഭാകരൻ അംഗമായി. തൻ്റെ പ്രസംഗങ്ങളിലൂടെയും വിപ്ലവകരമായ ആശയങ്ങളിലൂടെയും ആളുകളെ തന്നിലേക്ക് ആകർഷിപ്പിക്കാൻ പ്രഭാകരന് ജന്മനാ തന്നെ ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. ഈ കഴിവ് അവന് വളരെ വേഗം ഒരു നേതൃനിരയിലേക്ക് ഉയർത്തി. അങ്ങനെ 1972 തൻ്റെ 18ാമത്തെ വയസ്സിൽ പ്രഭാകരൻ സ്വന്തമായി ഒരു സംഘടന സ്ഥാപിച്ചു. അതാണ് തമിഴ് ന്യൂ ടൈഗേഴ്സ്, അതായത് TNT. വിവേചനപരമായ സർക്കാർ നയങ്ങൾക്കെതിരെ ശക്തമായി ശബ്ദമുയർത്തിയ TNT തമിഴരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പോരാടാൻ തുടങ്ങി. പ്രഭാകരൻ്റെ തീപ്പൊരിപ്പാർന്ന വാക്കുകളും ധീരമായ നിലപാടുകളും കണ്ട് ആവേശഭരിതരായ നൂറുകണക്കിന് തമിഴ് യുവാക്കൾ അതിവേഗം ഈ സംഘടനയിലേക്ക് ഒഴുകിയെത്തി. പ്രഭാകരൻ്റെ ജനപ്രീതി നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നതിനോടൊപ്പം അവൻ്റെ ആവശ്യങ്ങളും വലുതായിക്കൊണ്ടിരുന്നു. കേവലം അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുന്നതിനു പകരം തമിഴർക്ക് അഭിമാനത്തോടെയും അന്തസ്സോടെയും തലയുയർത്തി ജീവിക്കാൻ രാജ്യത്തിനുള്ളിൽ തന്നെ തമിഴ് ഈഴം എന്ന പേരിൽ ഒരു പ്രത്യേകം രാജ്യം വേണമെന്ന് അവൻ ശ്രീലങ്കൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പ്രഭാകരനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സാധാരണ പോരാട്ടമായിരുന്നില്ല. അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനേക്കാൾ ഉപരി തമിഴരുടെ സ്വന്തം ഭാഷയും സംസ്കാരവും എന്ത് വില കൊടുത്തും സംരക്ഷിക്കുക എന്നതായിരുന്നു അവൻ പ്രഥമ പരിഗണന നൽകിയത്. TNTയുടെ പ്രക്ഷോഭങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെ രാജ്യത്തിൻ്റെ പേര് മാറ്റണമെന്ന ആവശ്യവും ജനങ്ങൾക്കിടയിൽ ശക്തമായി. ബ്രിട്ടീഷ് ഭരണകാലത്ത് നൽകിയിരുന്ന സിലോൺ എന്ന പേര് സ്വാതന്ത്ര്യത്തിന് ശേഷവും തുടരുന്നത് അവിടുത്തെ ജനങ്ങൾക്ക് ഒരു വലിയ അപമാനമായിരുന്നു. അത് അടിമത്തത്തിൻ്റെ ഒരു പ്രതീകമായാണ് അവർ കണ്ടിരുന്നത്. ഒടുവിൽ ജനങ്ങളുടെ ആവശ്യപ്രകാരം 1972 സിലോൺ ഔദ്യോഗികമായി ഒരു റിപ്പബ്ലിക്കായി മാറിയപ്പോൾ രാജ്യത്തിൻ്റെ പേര് പ്രാദേശിക വിളിപ്പേരായ ശ്രീലങ്ക എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ഐശ്വര്യപൂർണമായ ദ്വീപ് എന്ന അർത്ഥം വരുന്ന ശ്രീലങ്ക വരും കാലങ്ങളിൽ ചോരക്കളമായി മാറാൻ പോവുകയായിരുന്നു. രാജ്യത്തിൻ്റെ പേര് സിലോൺ എന്നതിൽ നിന്ന് ശ്രീലങ്ക എന്ന് മാറിയെങ്കിലും തമിഴരുടെ ദുരിതങ്ങൾക്ക് യാതൊരു മാറ്റവും ഉണ്ടായില്ല. പുതിയ പേരിലും സർക്കാർ തമിഴരുടെ അവകാശങ്ങളെ നിരന്തരം അടിച്ചമർത്തിക്കൊണ്ടേയിരുന്നു. ഉറങ്ങിക്കിടക്കുന്ന ഈ സർക്കാരിനെ വിളിച്ചുണർത്താൻ ഇനി സമാധാനപരമായ വഴികൾ മാത്രം പോരെന്നും വ്യക്തമായി എന്തെങ്കിലും ചെയ്യണമെന്നും പ്രഭാകരൻ തിരിച്ചറിഞ്ഞു. തൻ്റെ ഈ തീരുമാനത്തിൻ്റെ ഭാഗമായി 1975 ജാഫ്ന മേയറായിരുന്ന ആൽഫ്രഡ് ദുരേപ്പയെ പ്രഭാകരൻ വെടിവെച്ചു കൊന്നു. 1974 ജൂലൈ 10 ജാഫ്നയിൽ നടന്ന ലോക തമിഴ് ഗവേഷണ സമ്മേളനത്തിൽ ശ്രീലങ്കൻ പോലീസ് ആ അന്താരാഷ്ട്ര സാംസ്കാരിക സമ്മേളനം അക്രമാസക്തമായി തടസ്സപ്പെടുത്തിയിരുന്നു. ആ ആക്രമണത്തിൽ നിരപരാധികളായ നിരവധി തമിഴർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത് ദുരേപ്പയാണെന്ന വിശ്വാസമാണ്
തൻ്റെ ജനതയ്ക്ക് വേണ്ടി ഈ കൊലപാതകം ചെയ്യാൻ പ്രഭാകരനെ പ്രേരിപ്പിച്ചത്. ഈ ഒരൊറ്റ സംഭവം ശ്രീലങ്കയിലെ തമിഴ് പ്രക്ഷോഭകരുടെ ഗതി തന്നെ അപ്പാടെ മാറ്റിമറിച്ചു. അതുവരെ സമാധാനപരമായി തങ്ങളുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ ശ്രമിച്ചിരുന്ന തമിഴ് നേതാക്കൾക്കും യുവാക്കൾക്കും മുന്നിൽ പ്രഭാകരൻ പുതിയൊരു വഴി തുറന്നിട്ടു. അവനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിരവധി തമിഴർ തങ്ങളുടെ ശബ്ദം കേൾപ്പിക്കാനായി ആയുധങ്ങൾ എടുത്തു തുടങ്ങി. എന്നാൽ ശ്രീലങ്കൻ സർക്കാർ ദുരൈപ്പയുടെ കൊലപാതകത്തെ തമിഴ് തീവ്രവാദം എന്ന് മുദ്രകുത്തി. തുടർന്ന് തമിഴർക്കെതിരെ അവർ കൂടുതൽ കർശനമായ നടപടികൾ സ്വീകരിക്കാൻ തുടങ്ങി. ഇതോടെ പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയും കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരതകൾക്ക് നിരപരാധികളായ തമിഴർ പോലും ഇരയാകാൻ തുടങ്ങി. ഇതേ സമയം തമിഴരെ രക്ഷിക്കാനും തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനും പൂർണ്ണമായും ആയുധമേന്തിയ ശക്തവും സംഘടിതവുമായ ഒരു സൈന്യം വേണമെന്ന് പ്രഭാകരൻ ആഗ്രഹിച്ചു. ഈ ചിന്തയാണ് ലോകം കണ്ട ഏറ്റവും വലിയ സായുധ സംഘടനകളിലൊന്നിൻ്റെ രൂപീകരണത്തിലേക്ക് വഴിയൊരുക്കിയത്. 1976 മെയ് 5 പ്രഭാകരൻ ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴ് ഈലം, അതായത് LTTE എന്നൊരു പുതിയൊരു സംഘടന രൂപീകരിച്ചു. തമിഴർക്കായി തമിഴില്ലം എന്നൊരു സ്വന്തം രാജ്യം സ്ഥാപിക്കുക എന്നത് മാത്രമായിരുന്നു അവൻ്റെ ലക്ഷ്യം. തികഞ്ഞ അച്ചടക്കമുള്ള, തികച്ചും പ്രൊഫഷണലായ ഒരു സായുധ സംഘടനയായിരുന്നു അത്. യുദ്ധക്കളത്തിൽ ഏത് കഠിനമായ സാഹചര്യങ്ങളെയും നെഞ്ചുവിരിച്ച് നേരിടാൻ പോരാളികളെ സജ്ജമാക്കുന്ന തരത്തിൽ വളരെ കടുത്ത പരിശീലനമാണ് ഇതിലെ അംഗങ്ങൾക്ക് നൽകിയിരുന്നത്. ഏതെങ്കിലും ഘട്ടത്തിൽ പോലീസിൻ്റെയോ പട്ടാളത്തിൻ്റെയോ പിടിയിലാകുമെന്ന് ഉറപ്പായാൽ സംഘടനയ്ക്ക് വേണ്ടി സ്വയം രക്തസാക്ഷിയാക്കാൻ സൈനൈഡ് ഗുളിക വച്ചൊരു സഞ്ചിയും അവരുടെ കഴുത്തിൽ മാലയായി അണിഞ്ഞിരുന്നു. സ്വന്തമായി ഒരു സൈന്യം രൂപീകരിച്ചതോടെ പ്രഭാകരൻ്റെ നീക്കങ്ങൾക്ക് കൂടുതൽ വേഗത കൈവന്നു. തമിഴ് ജനതയ്ക്കിടയിൽ പ്രഭാകരൻ വെറുമൊരു നേതാവല്ല, മറിച്ച് തങ്ങളുടെ രക്ഷകൻ എന്ന നിലയിൽ വലിയൊരു നായക പരിവേഷം തന്നെ നേടിയെടുത്തു. പ്രഭാകരൻ്റെ ഒരു ആംഗ്യത്തിനു വേണ്ടി സ്വന്തം ജീവൻ പോലും ബലിയർപ്പിക്കാൻ തയ്യാറായ ഒരു വലിയ ജനത അവിടെ ഉണ്ടായിരുന്നു. ഒരു കൊലയാളി എന്നതിലുപരി സ്വന്തം ജനതയ്ക്ക് വേണ്ടി പോരാടുന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടാണ് അവർ അവനെ കണ്ടത്. ഇതോടെ ലോകമെമ്പാടുമുള്ള തമിഴ് സമൂഹത്തിൽ നിന്ന് സാമ്പത്തികമായും ധാർമ്മികമായും അവന് വലിയ പിന്തുണ ലഭിച്ചു തുടങ്ങി. തോക്കുകൾ കൈകാര്യം ചെയ്യാൻ അവൻ പഠിച്ച രീതികളും തികച്ചും വ്യത്യസ്തമായിരുന്നു. അദ്ദേഹം ഏറെ ആരാധിച്ചിരുന്ന ഹോളിവുഡ് ആക്ഷൻ സിനിമകളിൽ നിന്നാണ് അവൻ അതിനുള്ള പ്രചോദനം ഉൾക്കൊണ്ടത്. വെറും സിനിമകളിലൂടെയും പുസ്തകങ്ങളിലൂടെയും മാത്രം വെടിവയ്പ്പിൽ അവൻ നേടിയെടുത്ത പ്രാവീണ്യം അമ്പരപ്പിക്കുന്നതായിരുന്നു. മികച്ച പരിശീലനം ലഭിച്ച ഷൂട്ടർ പോലും അവന് മുന്നിൽ പരാജയപ്പെട്ടു. പതുക്കെ പതുക്കെ അവൻ്റെ സംഘടനയിലെ പോരാളികളുടെ എണ്ണം ആയിരങ്ങളിലേക്ക് കടന്നു. അവരിൽ ഓരോരുത്തരിലും സ്വന്തമായി ഒരു തമിഴ് രാജ്യം എന്ന അദമ്യമായ മോഹം ജ്വലിച്ചു നിന്നു. ഗറില്ല യുദ്ധമുറകളിൽ അതിവിദഗ്ധരായിരുന്നു അവരെല്ലാവരും. തങ്ങൾക്കെതിരെ പോലീസ് നീക്കങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം കാടുകളിൽ നിന്നും കിടങ്ങുകളിൽ നിന്നും പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് അതിക്രൂരമായി അവർ തിരിച്ചടിച്ചു. തമിഴരുടെ ഏക പ്രതീക്ഷയായി മാറുക എന്ന ലക്ഷ്യത്തോടെ തമിഴില്ലം ലിബറേഷൻ ഓർഗനൈസേഷൻ പോലുള്ള മറ്റ് തമിഴ് സംഘടനകളെയും LTT അവരുടെ ഭാഗമാക്കി ചേർത്തു. അങ്ങനെ വളരെ വേഗം LTTയുടെ സ്വാധീനം അവിടെ പടർന്നു പന്തലിച്ചു. ജാഫ്നയിലെ കാടുകൾ പ്രഭാകരൻ്റെ വിരൽത്തുമ്പിനനുസരിച്ച് ചലിക്കുന്ന അവസ്ഥയിലായി കാര്യങ്ങൾ. അവൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് നിൽക്കാത്തവർക്ക് ഒരു സമ്മാനമേ ഉണ്ടായിരുന്നുള്ളൂ: മരണം. ശ്രീലങ്കയിലെ സിംഹള സർക്കാരിനെതിരെ അതേ രാജ്യത്ത് തന്നെ മറ്റൊരു സായുധ സേന വളർന്നു വരുന്നതിൽ സർക്കാർ ആശങ്കയിലായി. അങ്ങനെ LTT എന്ന സംഘടനയെ അടിച്ചമർത്താൻ സർക്കാർ സൈന്യത്തിന് ഉത്തരവ് നൽകി. അങ്ങനെ പ്രഭാകരൻ്റെ ഗൊറില്ല യുദ്ധതന്ത്രങ്ങളുടെ വ്യാപ്തി മാറ്റുരയ്ക്കുന്ന ഒരു സംഭവം 1983 ജൂലൈ 23 നടന്നു. തങ്ങൾക്കെതിരെ വന്ന ശ്രീലങ്കൻ സൈന്യത്തെ LTT പതിയിരുന്ന് ആക്രമിക്കുകയും 13 സൈനികരെ വധിക്കുകയും ചെയ്തു. സൈനികരുടെ മരണം ശ്രീലങ്കൻ സർക്കാരിനെ രോഷാകുലരാക്കി. അതിനു മറുപടിയായി അവർ തമിഴർക്കെതിരെയുള്ള കലാപങ്ങൾക്ക് പച്ചക്കൊടി കാട്ടി. രാജ്യമെമ്പാടും തമിഴർ വേട്ടയാടപ്പെട്ടു. 3000-ഓളം നിരപരാധികളായ തമിഴർ അതിദാരുണമായി കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് വീടുകൾ അഗ്നിക്കിരയാക്കപ്പെടുകയും ചെയ്തു. ഈ കൂട്ടക്കുരുതി അവശേഷിച്ച തമിഴരുടെ മനസ്സിലും വലിയ ഭയം നിറച്ചു. ജീവൻ രക്ഷിക്കാനായി ലക്ഷക്കണക്കിന് തമിഴർക്ക് സ്വന്തം നാട് വിട്ട് മറ്റ് രാജ്യങ്ങളിൽ അഭയം പ്രാപിക്കേണ്ടി വന്നു. ശ്രീലങ്കൻ തമിഴരുടെ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട ഈ അധ്യായത്തെ
ബ്ലാക്ക് ജൂലൈ എന്നാണ് ലോകം വിശേഷിപ്പിക്കുന്നത്. തമിഴ് വിരുദ്ധ കലാപങ്ങൾ ശ്രീലങ്കയെ വിദ്വേഷത്തിൻ്റെയും ആക്രമത്തിൻ്റെയും വലിയൊരു ഗർത്തത്തിലേക്ക് തള്ളിയിട്ടു. കറുത്ത ജൂലൈക്ക് ശേഷം ശ്രീലങ്കൻ സർക്കാരിനെതിരെയുള്ള LTTയുടെ ആക്രമണങ്ങൾ കൂടുതൽ ശക്തമായി. ഇത് രാജ്യത്തെ നീണ്ടു നിൽക്കുന്ന ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് നയിച്ചു. ഈ യുദ്ധകാലത്ത് സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ശ്രീലങ്കൻ സൈന്യം തമിഴർക്ക് നേരെ ക്രൂരതകൾ അഴിച്ചുവിട്ടപ്പോൾ മറുഭാഗത്ത് LTTയും ഒട്ടും പിന്നിലായിരുന്നില്ല. നിരവധി സർക്കാർ കെട്ടിടങ്ങൾ അവർ തകർത്തെറിയുകയും ഉദ്യോഗസ്ഥരെ വകവരുത്തുകയും ചെയ്തു. തമിഴർക്കെതിരെയുള്ള പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയും ക്രൂരതകളിൽ മനമെടുത്ത് ആയിരക്കണക്കിന് തമിഴ് യുവാക്കളാണ് പഠനം പോലും ഉപേക്ഷിച്ച് സർക്കാരിനോട് പകരം വീട്ടാനായി LTTയിലേക്ക് ഒഴുകിയെത്തിയത്. തമിഴർക്ക് ഭൂരിപക്ഷമുള്ള വടക്കൻ ശ്രീലങ്കയിൽ പ്രഭാകരൻ അപ്പോഴേക്കും ഒരു മിശിഹ ആയി മാറിക്കഴിഞ്ഞിരുന്നു. ശ്രീലങ്കൻ സർക്കാരിൻ്റെ കണ്ണുകളിൽ നോക്കി തൻ്റെ ജനതയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന അവരുടെ സ്വന്തം രക്ഷകൻ. അവൻ്റെ ആത്മവിശ്വാസവും ധൈര്യവും അനുയായികളിൽ വലിയ ആവേശമാണ് നിറച്ചത്. എന്നാൽ ഇതിനിടയിലാണ് മതിവിധനീയമായിട്ടുള്ള പ്രഭാകരൻ്റെ പ്രണയവിവാഹം നടക്കുന്നത്. അനുയായികളിൽ പലർക്കും അതൊരു വലിയ ഞെട്ടലായിരുന്നു. കാരണം LTTയിൽ മദ്യത്തിനും പുകവലിക്കും മാത്രമല്ല, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള പ്രണയബന്ധങ്ങൾക്കും അവൻ കർശന വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഇതിൻ്റെ തീവ്രത വ്യക്തമാക്കുന്ന ഒരു സംഭവമുണ്ട്. ഒരിക്കൽ പരസ്പരം പ്രണയിച്ചു എന്ന ഒരൊറ്റ കാരണത്താൽ തൻ്റെ 2 വനിതാ അംഗരക്ഷകരെയും 2 പുരുഷ അംഗരക്ഷകരെയും അവൻ നിർദ്ദയം വധിച്ചിരുന്നു. അങ്ങനെയുള്ള പ്രഭാകരൻ്റെ പ്രണയവിവാഹം സ്വാഭാവികമായും വലിയ അത്ഭുതമായി മാറി. എന്തൊക്കെയായാലും ശ്രീലങ്കയിൽ ആഭ്യന്തര യുദ്ധത്തിൻ്റെ തീജ്വാലകൾ ആളിപ്പടർന്നിരുന്നു. ആയിരക്കണക്കിന് നിരപരാധികളായ തമിഴർക്ക് ജീവൻ നഷ്ടപ്പെടുന്നത് കണ്ട് തൊട്ടടുത്ത അയൽരാജ്യമായ ഇന്ത്യയിലെ തമിഴരും ഇന്ത്യൻ സർക്കാരും ഒരുപോലെ ആശങ്കയിലായി. അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി സമാധാനപരമായി ഈ പ്രശ്നം പരിഹരിക്കാനാണ് ആഗ്രഹിച്ചത്. ശ്രീലങ്കയെ വിഭജിക്കുന്നതിനോട് അവർക്ക് തുടക്കം മുതലേ കടുത്ത എതിർപ്പായിരുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ ശ്രീലങ്കയിലെ തമിഴർക്ക് അവരുടെ ന്യായമായ അവകാശങ്ങൾ ലഭിക്കണമെന്നും അവർ ആഗ്രഹിച്ചു. അങ്ങനെയിരിക്കെ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ ഭരണം മാറി അടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയായി 1984 രാജീവ് ഗാന്ധി അധികാരത്തിൽ വന്നു. തൊട്ടയൽ രാജ്യമായ ശ്രീലങ്കയിൽ ഈ രക്തരൂക്ഷിതമായ സംഘർഷം പരിഹരിക്കുന്നതിനായി ഇരു വിഭാഗങ്ങളുമായി സംസാരിച്ച് മധ്യസ്ഥത വഹിക്കാൻ രാജീവ് ഗാന്ധി തയ്യാറായി. ഇന്ത്യ മുൻകൈയെടുത്ത് 1985 ഭൂട്ടാനിലെ തിമ്പുവിൽ വച്ച് പ്രഭാകരൻ്റെ സംഘവും ശ്രീലങ്കൻ അധികാരികളും തമ്മിൽ സമാധാന ചർച്ചകൾ നടന്നു. എന്നാൽ ആ ചർച്ചകളിൽ ഒരു സമവാക്യത്തിലെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. സമാധാന ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലും തമിഴ് സ്വാധീനമുണ്ടായിരുന്നതിനാൽ ശ്രീലങ്കൻ തമിഴരെ പിന്തുണയ്ക്കാൻ തന്നെ രാജീവ് ഗാന്ധി തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി തമിഴ്നാട്ടിൽ നിരവധി പരിശീലന കേന്ദ്രങ്ങൾ തുറക്കുകയും തമിഴ് വിമതർക്ക് ആയുധ സൈനിക പരിശീലനങ്ങൾ നൽകാൻ തുടങ്ങുകയും ചെയ്തു. അതോടൊപ്പം ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയോട് ശ്രീലങ്കയിലെ സാഹചര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും നിർദ്ദേശം നൽകി. വർഷങ്ങൾ കടന്നുപോയി. പക്ഷേ ശ്രീലങ്കയിലെ ആഭ്യന്തര യുദ്ധത്തിന് യാതൊരു ശമനവും ഉണ്ടായില്ല. ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടത് ഇന്ത്യയുടെ കൂടി വലിയ ആവശ്യമായി മാറിക്കഴിഞ്ഞിരുന്നു. അതിന് പ്രധാനമായും 2 കാരണങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ശ്രീലങ്കയിലെ ഈ അസ്ഥിരത മുതലെടുത്ത് അമേരിക്ക, പാകിസ്ഥാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ശ്രീലങ്കയിൽ അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നത് ഇന്ത്യക്ക് വലിയ ഭീഷണിയായിരുന്നു. രണ്ടാമത്തെ കാര്യം, തമിഴ്നാട്ടിലെ ജനങ്ങൾക്കിടയിൽ LTTക്കുള്ള പിന്തുണ നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയായിരുന്നു. ശ്രീലങ്കൻ തമിഴർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കാൻ ഇന്ത്യൻ സർക്കാർ ഇടപെടണമെന്ന് അവർ ശക്തമായി ആവശ്യപ്പെട്ടിരുന്നു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയാൽ തമിഴ്നാട്ടിലെ വോട്ടർമാർ തനിക്ക് തിരിച്ചടി നൽകുമെന്ന് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ഭയപ്പെട്ടു. മാത്രമല്ല, ഈ തമിഴ് പ്രക്ഷോഭങ്ങളുടെ തീപ്പൊരി ശ്രീലങ്കയിൽ നിന്ന് കടൽ കടന്ന് തമിഴ്നാട്ടിലേക്ക് പടരുമോ എന്ന വലിയ ആശങ്കയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ കാരണങ്ങളാലാണ് ശ്രീലങ്കൻ വിഷയത്തിൽ നേരിട്ട് ഇടപെടാൻ രാജീവ് ഗാന്ധി തീരുമാനിച്ചത്. പ്രഭാകരൻ്റെ പ്രവർത്തനങ്ങളെ തുടർന്ന് ശ്രീലങ്കൻ സർക്കാർ ജാഫ്ന പൂർണ്ണമായും ഉപരോധിക്കുകയായിരുന്നു. അതിനാൽ അവിടെയുള്ള തമിഴർ ശ്രീലങ്കൻ സൈന്യത്തിൻ്റെ കൊടിയ മർദ്ദനങ്ങൾക്ക് ഇരയായത് മാത്രമല്ല, ഭക്ഷണമോ കുടിവെള്ളമോ പോലുമില്ലാതെ പട്ടിണിയിലായി. ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ സർക്കാർ ഓപ്പറേഷൻ പൂമാല എന്ന പേരിൽ ഒരു രക്ഷാദൗത്യം ആരംഭിച്ചു.
ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനങ്ങൾ വഴി ഏകദേശം 25 ടണ്ണോളം വരുന്ന അവശ്യ സാധനങ്ങൾ ജാഫ്നയിൽ ആകാശമാർഗം വിതരണം ചെയ്തു. ഇതിനു മുമ്പും ഇന്ത്യ സഹായങ്ങൾ അയച്ചിരുന്നുവെങ്കിലും ശ്രീലങ്കൻ സർക്കാർ അത് തടസ്സപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇത്തവണ ഇന്ത്യയുടെ നിലപാട് കർശനമായിരുന്നു. തമിഴരെ സഹായിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളെ ശ്രീലങ്കൻ സൈന്യം തടസ്സപ്പെടുത്തിയാൽ അതൊരു യുദ്ധപ്രഖ്യാപനമായി കണക്കാക്കുകയും ഇന്ത്യൻ സൈന്യം അതിന് തക്കതായ മറുപടി നൽകുകയും ചെയ്യും. ഈ ശക്തമായ താക്കീതിനു പിന്നിൽ ശ്രീലങ്കൻ സർക്കാരിന് വഴങ്ങേണ്ടി വന്നു. നിരവധി ചർച്ചകൾക്കൊടുവിൽ ഇന്ത്യൻ സർക്കാർ മുന്നോട്ട് വച്ച സമാധാന കരാർ ശ്രീലങ്കൻ പ്രസിഡന്റ് JR ജയവർദ്ധൻ അംഗീകരിച്ചു. എന്നാൽ ശ്രീലങ്കയിൽ ശാശ്വതമായ സമാധാനം പുനഃസ്ഥാപിക്കണമെങ്കിൽ പ്രഭാകരൻ്റെ സമ്മതം കൂടിയേ തീരൂ എന്ന് ഇന്ത്യക്ക് അറിയാമായിരുന്നു. അതിനാൽ അവനെ അനുനയിപ്പിക്കാനായി ഒരു പ്രത്യേക ഹെലികോപ്റ്റർ അയച്ച് പ്രഭാകരനെ ഡൽഹിയിലേക്ക് കൊണ്ടുവന്നു. ഡൽഹിയിൽ വച്ച് അവൻ രാജീവ് ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി. തുടക്കത്തിൽ തമിഴ് ഈഴം എന്ന സ്വതന്ത്ര രാജ്യം എന്ന ആവശ്യത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകാൻ പ്രഭാകരൻ തയ്യാറായിരുന്നില്ല. എന്നാൽ അന്ന് തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന MG രാമചന്ദ്രൻ, അതായത് MGRുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അവൻ തൻ്റെ കടുംപിടുത്തം ഉപേക്ഷിച്ചു. ഈ തീരുമാനത്തിൽ അതീവ സന്തുഷ്ടനായ രാജീവ് ഗാന്ധി താൻ ധരിച്ചിരുന്ന വെടിയുണ്ടകൾ ഏൽക്കാത്ത ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് പ്രഭാകരനു ഒരു സമ്മാനമായി നൽകി. എന്നാൽ രാജീവ് ഗാന്ധിയുടെ മന്ത്രിസഭയിലെ പലർക്കും പ്രഭാകരൻ്റെ ഈ പെട്ടെന്നുള്ള മനംമാറ്റത്തിൽ വിശ്വാസമുണ്ടായിരുന്നില്ല. LTT പൂർണ്ണമായും ആയുധം വയ്ക്കുന്നതുവരെ പ്രഭാകരനെ ഇന്ത്യയിൽ തന്നെ തടഞ്ഞു വയ്ക്കണമെന്ന് അവർ രാജീവ് ഗാന്ധിയെ ഉപദേശിച്ചു. എന്നാൽ രാജീവ് ഗാന്ധി പ്രഭാകരനെ വിശ്വസിക്കാൻ തീരുമാനിച്ചു. തൻ്റെ ഈ തീരുമാനമാണ് പിൽക്കാലത്ത് സ്വന്തം ജീവനെടുക്കാൻ പോകുന്നതെന്ന് അദ്ദേഹം അന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ സമാധാന കരാറിൽ ഒപ്പുവയ്ക്കുന്നതിനായി രാജീവ് ഗാന്ധി ശ്രീലങ്കയിലെത്തി. എന്നാൽ അവിടെ അദ്ദേഹത്തിന് കടുത്ത ജനകീയ പ്രതിഷേധമാണ് നേരിടേണ്ടി വന്നത്. രാജ്യത്ത് പലയിടത്തും തീവയ്പും റോഡ് ഉപരോധവും അരങ്ങേറി. അവിടുത്തെ പ്രതിപക്ഷം ഒന്നടക്കം തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു. പ്രസിഡന്റ് JR ജയവർദ്ധനയുടെ ക്യാബിനറ്റിൽ അദ്ദേഹം ഒഴികെ മറ്റാരും തന്നെ ഈ കരാറിനെ അനുകൂലിച്ചിരുന്നില്ല. ശ്രീലങ്കയുടെ ആഭ്യന്തര കാര്യത്തിൽ ഇന്ത്യ എന്തിന് ഇത്ര ധൃതിപ്പെട്ട് ഇടപെടുന്നു എന്നതായിരുന്നു അവരുടെ ചോദ്യം. ഇന്ത്യയുടെ ഉദ്ദേശശുദ്ധിയിൽ ശ്രീലങ്കൻ നേതാക്കൾക്ക് കടുത്ത സംശയമുണ്ടായിരുന്നു. ഈ കടുത്ത സംഘർഷങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കുമിടയിൽ 1987 ജൂലൈ 29 ഇന്ത്യ ശ്രീലങ്ക സമാധാന കരാർ ഔദ്യോഗികമായി ഒപ്പുവയ്ക്കപ്പെട്ടു. ഈ കരാർ പ്രകാരം ശ്രീലങ്കൻ സർക്കാർ തമിഴർക്ക് അവരുടെ ന്യായമായ അവകാശങ്ങൾ നൽകാനും വടക്കൻ ശ്രീലങ്കയിൽ നിന്ന് തങ്ങളുടെ സൈന്യത്തെ പിൻവലിക്കാനും വ്യവസ്ഥ ചെയ്തു. ഇതിനു പകരമായി LTT ഉൾപ്പെടെയുള്ള തമിഴ് വിമത സംഘടനകൾ സർക്കാരിന് മുന്നിൽ ആയുധം വെടിയണമെന്നായിരുന്നു തീരുമാനം. തൊട്ടടുത്ത ദിവസം ശ്രീലങ്കൻ നാവികസേന ശ്രീലങ്കയിൽ നിന്ന് രാജീവ് ഗാന്ധിക്ക് വിടവാങ്ങൽ ചടങ്ങിനായി ഗാർഡ് ഓഫ് ഓണർ നൽകുന്നതിനിടെ അപ്രതീക്ഷിതമായ ഒരു സംഭവമുണ്ടായി. പെട്ടെന്നൊരു ശ്രീലങ്കൻ നാവികൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന റൈഫിളിൻ്റെ പാത്തി ഉപയോഗിച്ച് രാജീവ് ഗാന്ധിയെ പിന്നിൽ നിന്നും ആക്രമിച്ചു. ഈ ആക്രമണത്തിൽ അദ്ദേഹത്തിന് ഗുരുതരമായ പരിക്കുകളൊന്നും പറ്റിയില്ലെങ്കിലും ഇന്ത്യയോടും ഈ കരാറിനോടുമുള്ള ശ്രീലങ്കൻ ജനതയുടെ കടുത്ത രോഷം ഇതിൽ നിന്ന് വ്യക്തമായിരുന്നു. ഈ കരാറുകൾ ഒപ്പിട്ടു എന്നിരുന്നാലും ശ്രീലങ്കയിൽ വംശീയ പ്രക്ഷോഭങ്ങൾക്ക് കുറവൊന്നും ഉണ്ടായില്ല. രാജ്യത്ത് അതിവേഗം വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങൾ കണക്കിലെടുത്ത് ശ്രീലങ്കൻ സർക്കാർ ഇന്ത്യയോട് അടിയന്തര സൈനിക സഹായം അഭ്യർത്ഥിച്ചു. ഇന്ത്യ ശ്രീലങ്ക കരാർ പ്രകാരം ആവശ്യമെങ്കിൽ സൈന്യത്തെ അയക്കാമെന്ന് ഇന്ത്യ നേരത്തെ തന്നെ ഉറപ്പ് നൽകിയിരുന്നു. അതിനാൽ വരാനിരിക്കുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് കാര്യമായി ചിന്തിക്കാതെ ശ്രീലങ്കയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി ഇന്ത്യൻ സർക്കാർ തങ്ങളുടെ സമാധാന സംരക്ഷണ സേനയായ ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സിനെ അവിടേക്ക് അയച്ചു. ഇതൊക്കെ സംഭവിക്കുന്നതിനിടയിൽ 1987 ഓഗസ്റ്റ് 4 പ്രഭാകരൻ സുതുമലൈ അമ്മൻ ക്ഷേത്രത്തിന് മുന്നിൽ തടിച്ചുകൂടിയ 1 ലക്ഷത്തോളം വരുന്ന ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ഈ കരാറിനെക്കുറിച്ച് തനിക്ക് വ്യക്തമായ യാതൊരു വിവരവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഒരൊറ്റ നിമിഷം കൊണ്ട് എല്ലാവരെയും ഞെട്ടിച്ചു. സമാധാന കരാറിനോടുള്ള തൻ്റെ കടുത്ത അതൃപ്തി അവൻ പരസ്യമായി തുറന്നടിച്ചു. എന്നിരുന്നാലും താൻ ഇന്ത്യയെ ബഹുമാനിക്കുന്നുണ്ടെന്നും ഇന്ത്യൻ സർക്കാർ തമിഴരെ സഹായിക്കുമെന്ന് തനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്നും അവൻ കൂട്ടിച്ചേർത്തു. ആ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ട് മാത്രം സമാധാന കരാർ പ്രകാരം LTT എന്ന തൻ്റെ സംഘടന ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സിന് മുന്നിൽ ആയുധങ്ങൾ സമർപ്പിക്കുമെന്നും പ്രഭാകരൻ അവിടെ വച്ച് പ്രഖ്യാപിച്ചു. ആ സമയത്ത് പ്രഭാകരൻ്റെ ഒരൊറ്റ വാക്കിനായി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നവരായിരുന്നു അവിടുത്തെ തമിഴ് ജനത. ഈ പ്രസംഗത്തിനു പിന്നാലെ
ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സുമായി സഹകരിച്ച് LTT പോരാളികൾ തങ്ങളുടെ ആയുധങ്ങൾ ഓരോന്നായി അടിയറ വയ്ക്കാൻ തുടങ്ങി. എല്ലാം ശുഭമായി പര്യവസാനിക്കുന്നുവെന്ന് തോന്നിപ്പിച്ച നിമിഷങ്ങളായിരുന്നു അത്. എന്നാൽ കാര്യങ്ങൾ നേർവഴിയിലാകുന്നതിന് മുന്നേ തന്നെ പ്രഭാകരൻ തൻ്റെ നിലപാട് മാറ്റി. LTTയുടെ ശത്രുക്കളെ ഇന്ത്യ രഹസ്യമായി സഹായിക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് പ്രഭാകരൻ രംഗത്തെത്തിയതോടെ സാഹചര്യങ്ങൾ വീണ്ടും വഷളായി. ആയുധം താഴെ വയ്ക്കുന്നത് തമിഴരുടെ സ്വാതന്ത്ര്യമെന്ന സ്വപ്നത്തിൻ്റെ മരണമായി അവന് തോന്നി. തമിഴീഴം എന്ന ലക്ഷ്യത്തിനായി പ്രഭാകരൻ വീണ്ടും ആയുധമെടുത്തു. അതോടെ ആ സമാധാന കരാർ എന്നേക്കുമായി തകർന്നു വീണു. ഇതോടെ ഇന്ത്യൻ സർക്കാരും പ്രഭാകരനും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീണു. ആ ശത്രുത വളർന്ന് ഒടുവിൽ അവൻ ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സിന് എതിരെ തന്നെയുള്ള യുദ്ധപ്രഖ്യാപനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. പിന്നീട് 1988 ശ്രീലങ്കയിൽ ഭരണമാറ്റം ഉണ്ടാവുകയും രണസിംഗ പ്രമദദാസ പ്രസിഡന്റായി അധികാരത്തിലെത്തുകയും ചെയ്തു. ഇന്ത്യ പീസ് കീപ്പിംഗ് ഫോഴ്സിനെ ശ്രീലങ്കയിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കണമെന്നായിരുന്നു തുടക്കം മുതലേ പ്രമദാസയുടെ ലക്ഷ്യം. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഇന്ത്യൻ ഇടപെടലിനെ കഠിനമായി എതിർത്തിരുന്നവരാണ്. അതിനാൽ ഇന്ത്യൻ സൈന്യത്തെ ഇവിടെ നിന്ന് തുരത്താൻ അദ്ദേഹം തൻ്റെ ശത്രുവായ പ്രഭാകരനുമായി തന്നെ രഹസ്യമായി കൈകോർത്തു. ശ്രീലങ്കയിൽ സമാധാനം നിലനിർത്താൻ നിയോഗിച്ചിരുന്ന ഇന്ത്യൻ ഫോഴ്സിനെയായിരുന്നു അവർ ഒരുമിച്ച് ശത്രുക്കളായി കണ്ടത്. തുടർന്ന് അവർ ഇന്ത്യൻ ഫോഴ്സ് ശ്രീലങ്ക വിടണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യൻ ഫോഴ്സിനെ ആക്രമിക്കാൻ തുടങ്ങി. LTTയും ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സും തമ്മിലുള്ള പോരാട്ടം വർഷങ്ങളോളം നീണ്ടുനിന്നു. ഈ യുദ്ധത്തിൽ ശ്രീലങ്കയിലെ LTTയുടെ ആധിപത്യം വലിയൊരു അളവോളം തകർക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് കഴിഞ്ഞുവെങ്കിലും അതിനായി ഇന്ത്യക്ക് നൽകേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു. അന്യരാജ്യത്തെ ആ മണ്ണിൽ 1171 ധീരരായ ഇന്ത്യൻ സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. 3500-ലധികം സൈനികർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഇതിനിടയിൽ ഇന്ത്യയിലും ഭരണമാറ്റമുണ്ടായി. VP സിംഗ് പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റു. ശ്രീലങ്കയിലെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ സാന്നിധ്യത്തെ അദ്ദേഹം നേരത്തെ തന്നെ ശക്തമായി എതിർത്തിരുന്നു. പ്രധാനമന്ത്രിയായ ഉടനെ തന്നെ ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സിനെ ശ്രീലങ്കയിൽ നിന്ന് തിരികെ വിളിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ 1990ഓടെ ഇന്ത്യൻ സൈന്യം ശ്രീലങ്കയിൽ നിന്ന് പൂർണ്ണമായും പിന്മാറി. ഇന്ത്യൻ സൈന്യത്തിൻ്റെ പിന്മാറ്റം പ്രഭാകരനും LTTയും ഒരു വലിയ വിജയമായി ആഘോഷിച്ചു. ഈ സംഭവത്തോടെ പ്രഭാകരൻ്റെ ആത്മവിശ്വാസം അതിൻ്റെ കൊടുമുടിയിലെത്തിയിരുന്നു. വടക്കൻ ശ്രീലങ്കയിലും കിഴക്കൻ ശ്രീലങ്കയിലും അവൻ വീണ്ടും തൻ്റെ ആധിപത്യം പിടിമുറുക്കി. 1990 ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സിൻ്റെ മടക്കത്തോടെ ശ്രീലങ്കയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുമെന്ന എല്ലാ പ്രതീക്ഷകളും എന്നേക്കുമായി അസ്തമിച്ചു. ഈ പിന്മാറ്റം പ്രഭാകരനെ കൂടുതൽ മോഹമുള്ളവനാക്കി മാറ്റി. എന്നാൽ ഈ അമിതമായ ആഗ്രഹങ്ങൾ തന്നെയാണ് പിൽക്കാലത്ത് അവൻ്റെ നാശത്തിനും കാരണമായത്. അതിനു മുമ്പ് തന്നെ ശ്രീലങ്കൻ സംഘർഷത്തിൻ്റെ മറ്റൊരു ഭയാനകരമായ അധ്യായം അവിടെ തുറക്കപ്പെട്ടിരുന്നു. ചരിത്രം ഇതിനെ സെക്കൻഡ് ഏലം വാർ എന്ന് വിളിച്ചു. ഈ യുദ്ധത്തിൽ അക്രമത്തിൻ്റെയും ക്രൂരതകളുടെയും എല്ലാ അതിർവരമ്പുകളും ലംഘിക്കപ്പെട്ടു. ഇന്ത്യൻ സൈന്യത്തെ പുറത്താക്കാൻ താൻ രഹസ്യമായി പിന്തുണച്ച അതേ പ്രഭാകരൻ്റെ തോക്കിൻ കുഴലുകൾ ഇപ്പോൾ പ്രസിഡന്റ് പ്രമദാസയ്ക്കും അദ്ദേഹത്തിൻ്റെ സർക്കാരിനും നേരെ തിരിഞ്ഞു. 1990 ജൂൺ 11 ശ്രീലങ്കയുടെ വടക്ക് കിഴക്കൻ പ്രവിശ്യയിൽ വച്ച് ഏതാണ്ട് 600-നും 700-നും ഇടയിൽ വരുന്ന സിംഹള പോലീസുകാരെ LTT തടവുകാരാക്കുകയും അവരെ എല്ലാവരെയും കൂട്ടത്തോടെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. ഒരേ സമയം ഇത്രയധികം പോലീസുകാർ വധിക്കപ്പെട്ടത് ശ്രീലങ്കൻ സർക്കാരിന് വലിയൊരു തിരിച്ചടിയായിരുന്നു. ഇതിൽ ക്ഷുഭിതനായ ശ്രീലങ്കൻ പ്രതിരോധ മന്ത്രി LTTക്കെതിരെ ഒരു സമ്പൂർണ്ണ യുദ്ധം തന്നെ പ്രഖ്യാപിച്ചു. ഇതോടെ തമിഴരുടെ ശക്തി കേന്ദ്രമായ ജാഫ്ന അക്ഷരാർത്ഥത്തിൽ ഒരു നരകമായി മാറി. അവിടേക്കുള്ള മരുന്നുകളുടെയും അവശ്യ ഭക്ഷണ സാധനങ്ങളുടെയും വിതരണം സൈന്യം പൂർണ്ണമായും തടഞ്ഞു. ഇതിനു പുറമെ ശ്രീലങ്കൻ വ്യോമസേന തമിഴരുടെ ശക്തിപ്രദേശങ്ങളൊന്നാകെ നിരന്തരം ബോംബാക്രമണങ്ങൾ നടത്തി ജനജീവിതം കൂടുതൽ ദുസ്സഹമാക്കി. ഇത്രയൊക്കെ കടുത്ത നടപടികൾ ഉണ്ടായിട്ടും പ്രഭാകരൻ ആയുധം വയ്ക്കാനോ യുദ്ധത്തിൽ നിന്ന് പിന്നോട്ട് പോകാനോ തയ്യാറായില്ല. പകരം തൻ്റെ പ്രത്യാക്രമണങ്ങളുടെ ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ട് 1991 എലിഫന്റ് പ്ലാസയിലെ ശ്രീലങ്കൻ സൈനിക താവളം LTT വളങ്ങി കീഴ്പ്പെടുത്തി. ജാഫ്ന ഉപദ്വീപിലേക്കുള്ള ഏക കവാടമായിരുന്നതിനാൽ സൈനിക തന്ത്രപരമായി ഇരു വിഭാഗങ്ങൾക്കും ഇത് വളരെ നിർണായകമായ ഒരിടമായിരുന്നു. ഏകദേശം ഒരു മാസത്തെ കടുത്ത പോരാട്ടത്തിനു ശേഷം ശ്രീലങ്കൻ സൈന്യം ഈ പ്രദേശം LTTയിൽ നിന്ന് തിരിച്ചുപിടിച്ചു. എന്നാൽ ഈ ഭീകരമായ ഏറ്റുമുട്ടലിൽ ഇരു വിഭാഗങ്ങളിൽ നിന്നുമായി 2000-ലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത്.
ശ്രീലങ്കൻ ആഭ്യന്തര യുദ്ധ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകരമായ രക്തച്ചൊരിച്ചിലായി ഇത് മാറി. ഒരു വശത്ത് ശ്രീലങ്കയിൽ മരണത്തിൻ്റെ താണ്ഡവം അരങ്ങേറുമ്പോൾ മറുവശത്ത് ഇന്ത്യയിൽ വലിയ രാഷ്ട്രീയ അനിശ്ചിതങ്ങൾ രൂപപ്പെടുകയായിരുന്നു. VP സിംഗ് സർക്കാർ താഴെ വീണതിന് പിന്നാലെ 1991 ഇന്ത്യയിൽ വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധി ജയിച്ച് വീണ്ടും ഇന്ത്യൻ പ്രധാനമന്ത്രി ആയാൽ അത് തനിക്കും തൻ്റെ സ്വപ്നങ്ങൾക്കും വലിയ തിരിച്ചടിയാകുമെന്ന് പ്രഭാകരൻ ഭയപ്പെട്ടു. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയാൽ അദ്ദേഹം ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സിനെ വീണ്ടും ശ്രീലങ്കയിലേക്ക് അയക്കാൻ സാധ്യതയുണ്ടായിരുന്നു. തൻ്റെ ലക്ഷ്യങ്ങൾക്ക് രാജീവ് ഗാന്ധി വലിയൊരു തടസ്സമാകുമെന്ന് മനസ്സിലാക്കിയ പ്രഭാകരൻ വരാനിരിക്കുന്ന ആ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് തന്നെ അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ പദ്ധതി തയ്യാറാക്കി. 1991 മെയ് 21 തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിൽ ഒരു തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യാൻ രാജീവ് ഗാന്ധി എത്തി. അനുയായികളാൽ ചുറ്റപ്പെട്ട് നിൽക്കുകയായിരുന്ന അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് LTT അംഗമായ തേൻമൊഴി രാജരത്നം ഒരു മാല അണിയിക്കാമെന്ന വ്യാജേന നടന്നെത്തി. അദ്ദേഹത്തിൻ്റെ കാൽ തൊട്ട് വന്ദിക്കാൻ കുനിഞ്ഞ അവൾ തൻ്റെ ശരീരത്തിൽ കെട്ടിവച്ചിരിക്കുന്ന ബോംബ് പൊട്ടിത്തെറിപ്പിച്ച് രാജീവ് ഗാന്ധിയെ അതിദാരുണമായി കൊലപ്പെടുത്തി. രാജീവ് ഗാന്ധിയുടെ ഈ കൊലപാതകം ലോകത്തെ മുഴുവൻ നടുക്കി. പ്രഭാകരനെ സംബന്ധിച്ചിടത്തോളം ഇത് പിന്നീട് വലിയൊരു തിരിച്ചടിയായി മാറി. ഇന്ത്യയിൽ LTT പൂർണ്ണമായും നിരോധിക്കപ്പെട്ടു. അതുമാത്രമല്ല, അതുവരെ അവനുണ്ടായിരുന്ന സൽപ്പേരിനും പിന്തുണയ്ക്കും ഇത് വലിയ മങ്ങലേൽപ്പിച്ചു. ഇന്ത്യയുടെ ഈ കടുത്ത തീരുമാനങ്ങളൊന്നും പ്രഭാകരനെ ബാധിച്ചതേയില്ല. തൻ്റെ ചോരപുരണ്ട മിഷനുമായി അവൻ മുന്നോട്ട് തന്നെ പോയി. രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട് കൃത്യം 2 വർഷങ്ങൾക്ക് ശേഷം 1993 മെയ് 1 കൊളംബോയിൽ നടന്ന ഒരു റാലിക്കിടെ സമാനമായ ചാവേർ ആക്രമണത്തിലൂടെ അവൻ ശ്രീലങ്കൻ പ്രസിഡന്റ് രണസിംഗ പ്രേമദാസയെയും വകവരുത്തി. ഒരിക്കൽ ഇന്ത്യൻ സൈന്യത്തെ പുറത്താക്കാൻ പ്രഭാകരനെ വലിയ തോതിൽ പിന്തുണച്ചിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. അധികാരത്തിലിരുന്ന ഒരു പ്രസിഡന്റിൻ്റെ മരണം ശ്രീലങ്കയിൽ വലിയ പ്രകമ്പനങ്ങൾ സൃഷ്ടിച്ചു. 2 വർഷത്തിനുള്ളിൽ 2 രാജ്യങ്ങളിലെ പരമോന്നത നേതാക്കളെ ഇല്ലാതാക്കിയതോടെ പ്രഭാകരൻ്റെ ആത്മവിശ്വാസം വാനോളം ഉയർന്നു. ആരെയും എപ്പോൾ വേണമെങ്കിലും കൊലപ്പെടുത്താൻ മടിയില്ലാത്ത ഒരു കൊടും ഭീകരനായി അവൻ മാറിക്കഴിഞ്ഞിരുന്നു. ഈ കാലയളവിൽ വടക്കൻ ശ്രീലങ്കയിൽ അവൻ ശ്രീലങ്കൻ സർക്കാരിന് സമാനമായി സ്വന്തമായി ഒരു സർക്കാർ തന്നെ നടത്തി വരികയായിരുന്നു. മറ്റ് സായുധ സംഘടനകളെപ്പോലെ വെറുമൊരു കരസേന മാത്രമായിരുന്നില്ല LTT. മറിച്ച് സ്വന്തമായി നാവികസേനയും വ്യോമസേനയും അവൻ സജ്ജമാക്കിയിരുന്നു. അവൻ്റെ നാവികസേന സീ ടൈഗേഴ്സ് എന്നും വ്യോമസേന എയർ ടൈഗേഴ്സ് എന്നും അറിയപ്പെട്ടു. ഇത്രയധികം കൊലപാതകങ്ങൾ നടത്തി ചോരപ്പുഴ ഒഴുകിയിട്ടും അവൻ്റെ അനുയായികൾ അവനെ ഒരു പോരാളിയായും തങ്ങളുടെ സ്വാതന്ത്ര്യ സമര സേനാനിയുമായിട്ടാണ് കണ്ടത്. ലോകമെമ്പാടുമുള്ള മറ്റ് സായുധ വിമത സംഘടനകളുമായി LTT ശക്തമായ ബന്ധം സ്ഥാപിച്ചിരുന്നു. പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനുമായി പ്രഭാകരന് അടുത്ത ബന്ധമുണ്ടായിരുന്നു. കൂടാതെ ആഗോള ആയുധ വിപണിയിൽ നിന്നുള്ള ഇടപെടലുകളിലൂടെ അന്താരാഷ്ട്ര തലത്തിലുള്ള പല സംഘടനകളുമായും അവൻ ശക്തമായ ഒരു ശൃംഖല തന്നെ ഉണ്ടാക്കിയിരുന്നു. അവൻ്റെ ഈ വളർച്ചയും ആക്രമണങ്ങളും LTT ലോകമാധ്യമങ്ങളിലെ ഒരു സ്ഥിരം വാർത്തയായി മാറി. പ്രഭാകരൻ്റെ തുടർച്ചയായ ആക്രമണങ്ങൾ കാരണം സ്വന്തം ജനങ്ങളുടെ മുഖത്ത് നോക്കാൻ പോലും ശ്രീലങ്കൻ സർക്കാരിന് കഴിഞ്ഞിരുന്നില്ല. ഗത്യന്തരമില്ലാതെ സർക്കാർ വീണ്ടും സമാധാനത്തിനുള്ള വഴികൾ തേടാൻ തുടങ്ങി. അതിൻ്റെ ഫലമായി 1995 ജനുവരിയിൽ സർക്കാരും LTTയും തമ്മിൽ ഒരു സമാധാന കരാറിൽ ഒപ്പുവെച്ചു. എന്നാൽ ഈ സമാധാനത്തിന് വെറും 3 മാസത്തെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശ്രീലങ്കൻ നാവികസേനയുടെ 2 കപ്പലുകൾ ബോംബിട്ട് തകർത്തുകൊണ്ട് പ്രഭാകരൻ ആ സമാധാന കരാർ കാറ്റിൽ പറത്തി. എന്നാൽ ഇത്തവണ തിരിച്ചടിക്കാൻ ശ്രീലങ്കൻ സർക്കാർ ഒട്ടും വൈകിയില്ല. ശ്രീലങ്കൻ വ്യോമസേന തമിഴരെ ലക്ഷ്യമാക്കി ജാഫ്നയിലെ അഭയാർത്ഥി ക്യാമ്പുകളും ജനവാസ കേന്ദ്രങ്ങളിലും കനത്ത ബോംബാക്രമണം നടത്തി. ഭീകരമായ കൂട്ടക്കുരുതിയാണ് അവിടെ അരങ്ങേറിയത്. തപാൽക്കമ്മം, കുമാരപുരം തുടങ്ങിയ പ്രദേശങ്ങളിലെ മണ്ണ് രക്തത്താൽ ചുവന്നു. ഏകദേശം 11 മാസം നീണ്ടുനിന്ന കടുത്ത പോരാട്ടത്തിനൊടുവിൽ 1995 ഡിസംബറോടെ ശ്രീലങ്കൻ സർക്കാർ ജാഫ്നയെ പൂർണ്ണമായും തങ്ങളുടെ നിയന്ത്രണത്തിലാക്കി. പ്രഭാകരൻ്റെ ഉദയത്തിന് ശേഷം ആദ്യമായാണ് തമിഴ് ടൈഗേഴ്സുകൾക്ക് അവരുടെ സ്വന്തം കോട്ടയിൽ നിന്ന് തന്നെ പുറത്തു പോകേണ്ടി വന്നത്. ജാഫ്നയിലെ ഈ കനത്ത പരാജയം പ്രഭാകരനെ വല്ലാതെ പ്രകോപിച്ചു.
ജാഫ്ന നഷ്ടപ്പെട്ടതിന് പകരം ചോദിക്കാനായി 1996 ജൂലൈയിൽ അവൻ മുല്ലത്തീവിലെ സൈനിക താവളം ആക്രമിച്ചു. 8 ദിവസത്തോളം അവിടെ അതികഠിനമായ പോരാട്ടം നടന്നു. LTTയുടെ 4000ഓളം ഗറില്ല പോരാളികൾ ചേർന്ന് 1400ഓളം ശ്രീലങ്കൻ സൈനികരെ 4 പാടു നിന്നും വളഞ്ഞു. സൈന്യത്തെ സഹായിക്കാൻ വ്യോമസേന അവിടെ എത്തിയെങ്കിലും LTT അവിടെ ചരിത്രപരമായ വലിയൊരു വിജയം കരസ്ഥമാക്കി. ഈ ഭയാനകരമായ ഏറ്റുമുട്ടലിൽ 1200-ലധികം സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ജീവന് വേണ്ടി യാചിച്ച് കീഴടങ്ങിയ 200ഓളം സൈനികരുടെ മേൽ ഇന്ധനമൊഴിച്ച് LTT അവരെ നിർദ്ദയം ജീവനോടെ ചുട്ടുകൊന്നു. ഈ ആക്രമണത്തിൽ LTTക്കും അവരുടെ 332 പോരാളികളെ നഷ്ടപ്പെട്ടുവെങ്കിലും LTTയുടെ ആ വിജയത്തിൻ്റെ പ്രകമ്പനം ശ്രീലങ്കൻ സർക്കാരിനെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചു. ഈ വിജയത്തിനു ശേഷം പ്രഭാകരൻ തൻ്റെ ആക്രമണങ്ങളുടെ വ്യാപ്തി വീണ്ടും വർദ്ധിപ്പിച്ചു. ശ്രീലങ്കൻ സെൻട്രൽ ബാങ്ക്, കൊളംബോയിലെ വേൾഡ് ട്രേഡ് സെൻറ്റർ, എന്തിന് ബുദ്ധമത വിശ്വാസികളുടെ ഏറ്റവും പവിത്രമായ ആരാധനാലയമായ ടെമ്പിൾ ഓഫ് ദ ട്രൂത്ത് വരെ അവൻ്റെ ലക്ഷ്യങ്ങളായി മാറി. പിന്നീട് 1999 ഡിസംബറിൽ ഒരു ചാവേർ ബോംബാക്രമണത്തിലൂടെ അന്നത്തെ ശ്രീലങ്കൻ പ്രസിഡന്റ് ചന്ദ്രിക കുമാരഗുപ്തയെ വധിക്കാൻ അവൻ ശ്രമിച്ചു. ഈ ആക്രമണത്തിൽ 15ഓളം പേർ കൊല്ലപ്പെട്ടു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് അന്ന് ചന്ദ്രിക കുമാരഗുപ്ത തല നാടിരയ്ക്ക് രക്ഷപ്പെട്ടത്. എന്നാൽ ആ ആക്രമണത്തിൽ അവരുടെ വലത് കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു. തുടർന്ന് 2001 ജൂലൈയിൽ കൊളംബോയിലെ ഭണ്ഡാരനായക അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ LTT ഒരു വലിയ ചാവേർ ആക്രമണം നടത്തി. 8 സൈനിക വിമാനങ്ങളും 4 യാത്രാ വിമാനങ്ങളുമാണ് ഈ ഒരൊറ്റ ആക്രമണത്തിൽ അവർ തകർത്തെറിഞ്ഞത്. ഈ ഭീകരാക്രമണങ്ങൾക്ക് ശേഷം ശ്രീലങ്കയിലാകെ ഭയത്തിൻ്റെ അന്തരീക്ഷം തളം കെട്ടി നിന്നു. വിദേശ വിനോദസഞ്ചാരികൾ അവിടേക്ക് പോകാൻ ഭയന്നു. ഇതോടെ രാജ്യത്തിൻ്റെ ടൂറിസം മേഖല പൂർണ്ണമായും തകർന്നു. ശ്രീലങ്കൻ സർക്കാരിന് ഇത് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കി. വർഷങ്ങൾ നീണ്ട ഈ രക്തരൂക്ഷിതമായ പോരാട്ടം ശ്രീലങ്കയെ അക്ഷരാർത്ഥത്തിൽ നാശത്തിൻ്റെ വക്കിലെത്തിച്ചിരുന്നു. ദീർഘകാലമായി തുടരുന്ന ഈ യുദ്ധം കണ്ട് ജനങ്ങൾ മടുത്തു കഴിഞ്ഞിരുന്നു. വികസനം പോയിട്ട് സമാധാനത്തോടെ ഒന്ന് ജീവിക്കാൻ പോലും ജനങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. ജനങ്ങളെപ്പോലെ തന്നെ സർക്കാരും സമാധാനം ആഗ്രഹിച്ചു. ഇതിനായി നിരവധി ചർച്ചകൾക്കൊടുവിൽ 2002 ശ്രീലങ്കൻ സർക്കാരും LTTയും തമ്മിൽ ഒരു വെടിനിർത്തൽ കരാർ ഒപ്പുവെച്ചു. എന്നാൽ പതിവ് പോലെ ഈ സമാധാനത്തിന് കുറച്ച് മാസത്തെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വൈകാതെ അവിടെ സംഘർഷങ്ങൾ വീണ്ടും ശക്തമായി. 2005 ഓഗസ്റ്റ് 12 പ്രഭാകരൻ മറ്റൊരു ഞെട്ടിക്കുന്ന നീക്കം നടത്തി. ശ്രീലങ്കൻ വിദേശകാര്യമന്ത്രി ലക്ഷ്മൺ കതിർഗാമയെ അവൻ വധിച്ചു. ഏറ്റവും അത്ഭുതകരമായ കാര്യമെന്നാൽ കതിർഗാമർ തന്നെ ഒരു തമിഴനായിരുന്നു. LTTയുടെ ആക്രമണങ്ങളെ അദ്ദേഹം ശക്തമായി എതിർത്തിരുന്നു എന്നതാണ് ഈ കൊലപാതകത്തിന് കാരണമായത്. ലക്ഷ്മൺ കതിർഗാമയുടെ കൊലപാതകത്തോടെ അന്താരാഷ്ട്ര തലത്തിൽ പ്രഭാകരനുണ്ടായിരുന്ന സൽപ്പേര് പൂർണ്ണമായും ഇല്ലാതായി. എങ്ങുനിന്നും കടുത്ത വിമർശനങ്ങൾ ഉയർന്നു വന്നുവെങ്കിലും അതൊന്നും അവൻ്റെ മനസാക്ഷിയെ തൊട്ടു തീണ്ടിയില്ല. പ്രഭാകരൻ തൻ്റെ കൊലപാതക പരമ്പരകൾ തുടർന്നുകൊണ്ടേയിരുന്നു. ശ്രീലങ്കയിൽ പ്രവർത്തിച്ചിരുന്ന ആക്ഷൻ അഗെയിൻസ്റ്റ് ഹങ്കർ എന്ന ഫ്രഞ്ച് സന്നദ്ധ സംഘടനയെ ലക്ഷ്യം വെച്ച LTT അതിലെ 17 ജീവകാരുണ്യ പ്രവർത്തകരെ അതിക്രൂരമായി കൊലപ്പെടുത്തി. അതോടൊപ്പം ശ്രീലങ്കൻ നാവികസേനയുടെ പടക്കപ്പലിന് നേരെ ആക്രമണം നടത്തി 100-ലധികം നാവികരെയും അവൻ വകവരുത്തി. പ്രഭാകരൻ്റെ ഈ ക്രൂരതകൾ അതിരുകടന്നപ്പോൾ അന്ന് പ്രസിഡന്റായിരുന്ന മഹീന്ദ്ര രാജപക്സെയുടെ സർക്കാർ LTTയുമായുള്ള വെടിനിർത്തൽ കരാർ പൂർണ്ണമായും റദ്ദാക്കി. LTTയെ വേരോടെ പിഴുതെറിയാൻ ലക്ഷ്യമിട്ട് അതിശക്തമായ ഒരു സൈനിക നീക്കത്തിന് അവർ തുടക്കം കുറിച്ചു. തുടർന്ന് 2007-നും 2009-നും ഇടയിൽ രാജ്യത്തിൻ്റെ കിഴക്കൻ വടക്കൻ ഭാഗങ്ങളിൽ ഭയാനകരമായ ആക്രമണങ്ങളാണ് നടന്നത്. LTT പോരാളികൾക്ക് പുറമെ ആയിരക്കണക്കിന് നിരപരാധികളായ സാധാരണക്കാരും ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ആ പ്രദേശം മുഴുവൻ തകർന്ന് തരിപ്പണമായി മാറി. ശ്രീലങ്കൻ സൈന്യത്തിൻ്റെ മുന്നേറ്റം അവിടെയും അവസാനിച്ചില്ല. 2009 ജനുവരിയോടെ LTTയുടെ ഭരണശിലാകേന്ദ്രമായ കിളിനൊച്ചിയും സൈന്യം പിടിച്ചെടുത്തു. ഈ സമയമായപ്പോഴേക്കും LTTക്കുള്ളിൽ വലിയ വിള്ളലുകൾ വീണിരുന്നു. അത് പ്രഭാകരനെ വല്ലാതെ ഒറ്റപ്പെടുത്തി. ശ്രീലങ്കൻ സൈന്യത്തിൻ്റെ വർദ്ധിച്ചു വരുന്ന കരുത്ത് മനസ്സിലാക്കുന്നതിൽ പ്രഭാകരൻ പരാജയപ്പെട്ടു. സൈന്യം അവനെയും അവൻ്റെ സംഘത്തെയും മുല്ലത്തീവിലെ വെറും 8 കിലോമീറ്റർ ചുറ്റളവിലേക്ക് ഒതുക്കിയിരുന്നു. 2009 മെയ് 11 ആയപ്പോഴേക്കും ഈ പ്രദേശം വെറും 1.5 ചതുരശ്ര കിലോമീറ്ററായി ചുരുങ്ങി. ഈ ചെറിയ പ്രദേശത്ത് പ്രഭാകരനും അവൻ്റെ 700ഓളം പോരാളികൾക്കൊപ്പം ആയിരക്കണക്കിന് സാധാരണക്കാരും കുടുങ്ങിക്കിടപ്പുണ്ടായിരുന്നു. എന്നാൽ
ഈ സാധാരണക്കാരായ നിരപരാധികളെ പ്രഭാകരൻ തനിക്കുള്ള മനുഷ്യ കവചമായി ഉപയോഗിക്കുകയായിരുന്നു. 2009 മെയ് 17 ശ്രീലങ്കൻ സൈന്യം അവിടെ ശക്തമായ ഒരു അന്തിമ ആക്രമണം അഴിച്ചുവിട്ടു. അവിടെ ഉണ്ടായിരുന്ന മിക്കവാറും എല്ലാ LTT പോരാളികളും ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. തൊട്ടടുത്ത ദിവസം, അതായത് മെയ് 18 തൻ്റെ അനുയായികൾക്കൊപ്പം ഒരു വാനിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പ്രഭാകരനും കൊല്ലപ്പെട്ടതായി ശ്രീലങ്കൻ സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. മാത്രമല്ല, പ്രഭാകരൻ്റെ ഭാര്യ മതിവദനിയും ചാൾസ് ആൻ്റണി, ബാലചന്ദ്രൻ, ദ്വാരക എന്നീ 3 മക്കളും കൊല്ലപ്പെട്ടു. ഇതോടെ 3 പതിറ്റാണ്ടോളം നീണ്ടുനിന്ന ശ്രീലങ്കൻ ആഭ്യന്തര യുദ്ധത്തിന് അന്ത്യം കുറിച്ചു. പ്രഭാകരൻ കൊല്ലപ്പെട്ടതിനു ശേഷം ശ്രീലങ്കൻ സൈന്യം കണ്ടെത്തിയ പ്രഭാകരൻ്റെ ഒളിസങ്കേതങ്ങൾ ആരെയും ഞെട്ടിക്കുന്നതായിരുന്നു. ഒരു ഗ്രാമത്തോളം വലുത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന 50 അടി ആഴമുള്ള എയർ കണ്ടീഷൻ ചെയ്ത 2 നിലകളുള്ള നിരവധി ഭൂഗർഭ സമുച്ചയങ്ങൾ സൈന്യം കണ്ടെത്തി. 3 അടി കട്ടിയുള്ള കോൺക്രീറ്റ് പാളികളാൽ നിർമ്മിക്കപ്പെട്ടിരുന്ന അവ ടേലുകൾ വിരിച്ച് വൃത്തിയുള്ളതും നിരീക്ഷണ ക്യാമറകൾ, ഓക്സിജൻ പ്ലാന്റ്, ഒരു ഡീപ്പ് ഫ്രീസർ എന്നിവയാൽ എല്ലാ സൗകര്യങ്ങളും ഉള്ളവയായിരുന്നു. തമിഴരുടെ സുരക്ഷയ്ക്കും അവകാശങ്ങൾക്കും വേണ്ടി പ്രഭാകരൻ ആരംഭിച്ച ഈ പോരാട്ടത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിച്ചത് തമിഴ് ജനത തന്നെയാണ്. ഈ ആഭ്യന്തര യുദ്ധത്തിൽ എത്രയോ നിരപരാധികളായ തമിഴർ കൊല്ലപ്പെട്ടു. അനേകം പേർക്ക് തങ്ങളുടെ വീടും രാജ്യവും ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വന്നു. തമിഴ് സ്ത്രീകൾക്ക് സൈന്യത്തിൽ നിന്നും സമാനതകളില്ലാത്ത ക്രൂരതകൾ നേരിടേണ്ടി വന്നു. യുദ്ധം അവസാനിച്ചതിന് ശേഷം തമിഴരുടെ അവസ്ഥ കൂടുതൽ വഷളാവുകയാണ് ഉണ്ടായത്. അവരുടെ ശബ്ദം അടിച്ചമർത്തപ്പെട്ടു എന്ന് മാത്രമല്ല, എപ്പോഴും ഭയത്തിൻ്റെ നിഴലിൽ ജീവിക്കാൻ അവർ നിർബന്ധിതരായി. ഇന്ന് സ്വന്തം അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാനുള്ള ധൈര്യം പോലും ആ ജനതയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അവകാശങ്ങൾ ചോദിക്കുന്നത് പോയിട്ട് ഭയം കാരണം രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കാൻ പോലും സാധാരണക്കാരായ ശ്രീലങ്കൻ തമിഴർ ഇന്ന് തയ്യാറല്ല. ഐക്യരാഷ്ട്രസഭയോടും ഇന്ത്യ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളോടും യാതൊരു വിവേചനവുമില്ലാതെ തമിഴർക്ക് അധികാര പങ്കാളിത്തവും അവകാശങ്ങളും നൽകുമെന്ന് ശ്രീലങ്കൻ സർക്കാർ വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ യുദ്ധം കഴിഞ്ഞ് 16 വർഷങ്ങൾ പിന്നിട്ടിട്ടും ആ വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. ശ്രീലങ്കയിലെ തമിഴ് ജനത ഇന്നും ആ രാജ്യത്ത് തികഞ്ഞ അവഗണനയിലും ദുരിതത്തിലുമാണ് തങ്ങളുടെ ജീവിതം തള്ളി നിൽക്കുന്നത്. ഒരു ജനതയുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി ആയുധമെടുത്തവൻ ലക്ഷ്യമറന്ന് ഒരു സ്വേച്ഛാധിപതിയായി മാറിയപ്പോൾ ദുരിതത്തിൻ്റെ തീരാ കയത്തിലേക്ക് വീണത് അവനെ വിശ്വസിച്ച ഒരു ജനതയാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വളരെ വ്യത്യസ്തവും അറിവ് നിറഞ്ഞതും ജിജ്ഞാസ നിറഞ്ഞതുമായ നിരവധി വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വച്ചോളൂ. അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. വ്യത്യസ്തമായ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ഇറ്റ്സ് മീ അനീഷ് റോബിൻസൺ സൈനിങ് ഓഫ്.